ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും RJ's Gymന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്ന GTA 5 ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് GTA 5ലെ കുറച്ച് മിഷൻസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നുമല്ല, ഇന്ന് നമ്മൾ GTA 5 ഫസ്റ്റ് തൊട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ എന്തായാലും ന്യൂ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ. ഓക്കെ, നമുക്കെന്തായാലും GTA 5 ഫുള്ള് തീർക്കണം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ മിഷനാണിത്. നോർത്ത് ആംഗ്ലണ്ടിലെ ഒരു ബാങ്ക് മൈക്കിളും ട്രെവറും പിന്നെ വേറെ ഒരാളും കൂടെ റോബറി ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് ഈ ഒരു ടാസ്ക് മിഷൻ. ഓക്കെ, നമുക്ക് ഇനി ഇവരെ മൂന്നുപേരെയും ആ ഒരു ഡോറിനകത്താണ് കയറ്റേണ്ടത്. നമുക്ക് ഇവരെ പേടിപ്പിച്ച് കയറ്റി അവിടെ വെടിവെച്ചൊക്കെ നമുക്ക് കയറ്റാൻ കേസ് ഇങ്ങനെയൊക്കെ. ഓക്കെ, ഒരാൾ കയറി, അടുത്ത ആള് കയറടാ, കയറു കയറു, വേഗം കയറ വേഗം കയറ കയറാ. ഓക്കെ, അവനും അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവരും ഓക്കെ, എല്ലാരും കയറ്റി. ഇനി നമുക്ക് അവിടെ ട്രെവർ ഒരു ബോംബ് നമ്മുടെ ഈ സെല്ലിൽ കൊണ്ടുവച്ചു, ഈ ബാങ്ക് ലോക്കറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അത് പൊട്ടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫോൺ കോൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഫോൺ കോൾ ചെയ്യാം. ഓക്കെ, ഫോൺ കോൾ ചെയ്യാം. എൻ്റെ മോനെ നൈസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ കാശിരിപ്പുണ്ട്, നമുക്കതൊക്കെ പോയി പിറക്കണം. ഓക്കെ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയാം. ഓടിപ്പോയിനകത്തൊന്ന് കാശിരിക്കുന്നത് തറയിലൊക്കെ കുറേ കിടക്കുന്നു. ഇതൊക്കെ നമ്മൾ എടുത്തു പോയാൽ അത്രയും നല്ലത്. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് എടുക്കുകയാണ് കാശ്. ഓക്കെ, അവിടുന്ന് ട്രെവറും എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും ഡോളേഴ്സ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടായിരിക്കും. അത്രയും ഡോളേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് ഒരുത്തം വരും കാണാം. ഈ ഒരു സെക്യൂരിറ്റി നൈസായിട്ട് മൈക്കിളിന്റെ മാസ്ക് ഊരിയിട്ട് ഹെഡിൽ എയിം ചെയ്ത് നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് ട്രെവർ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് ട്രെവർ ക്യാരക്ടറായിട്ട് സ്വിച്ച് ചെയ്യാം. ഓക്കെ, സ്വിച്ച് ചെയ്ത് ഇനി നമുക്ക് നൈസായിട്ട് ഇവനെ അങ്ങോട്ട് അടിച്ച് കൊല്ലാം. ഓക്കെ, ഒരൊറ്റ വെടിക്ക് കൊന്നിട്ടുണ്ട്, അതിന് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കൂട്ടുകാരനും വന്നിട്ടുണ്ട്. ഇതാണ് ട്രെവർ. അപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ഇതാരാണ്. പിന്നെ ആ മഞ്ഞ ഉടുപ്പിട്ടേക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ഇവിടെ കവർ ചെയ്ത് നിൽക്കാൻ പറയുന്നത് കവർ ചെയ്തു. ഓക്കെ, അവിടെ കൊണ്ടേ ബോംബ് വെക്കാനാണ് പരിപാടി. എക്സിറ്റ് ആണ്. ഓക്കെ, ബോംബ് വെച്ചു, ഇനി പൊട്ടിക്കാൻ പോവുകയാണ്. മോനെ ഫുള്ള് സ്മോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ അത് പൊട്ടിച്ചു. നമുക്ക് എന്തായാലും ഇനി ബട്ടൺ, ഇവിടെ ബട്ടൺ ഉണ്ട്. ഓക്കെ, അത് നെക്കി ഇറങ്ങിയിട്ടുണ്ട്. പോലീസുകാരുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസ് അലേർട്ട് ആയിട്ടുണ്ട്, 5 സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും എല്ലാവരും വെടിവെച്ച് മുതലിന്റെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട്. എൻ്റെ മോനെ എല്ലാവരും വന്നിട്ടുണ്ട്. എങ്ങനെയും ചെയ്യണം. ഞാനൊരു വെടിവെച്ച് കയറുവാണ്, കയറാണ്. എന്റെ മോനെ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മൈക്കിൾ ഞാൻ സ്വിച്ച് ചെയ്യുന്നില്ല. ട്രെവർ നൈസായിട്ട് ആ മാസ്ക് ഒക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ട്രെവറിനൊക്കെ ഒരു പേടിയില്ല ഗൈസ്, മാസ്ക് ഒക്കെ കളയാണ്. വെടിവെക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്കെന്തായാലും ഞാൻ എന്തായാലും മൈക്ക് ഒന്നും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ കാറിലോട്ട് പോവാം, ട്രെവർ ആകാം. ഓക്കെ, അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവന്മാർ ഇരിക്കാനും നമ്മളെ കയറ്റാൻ സമ്മതിക്കത്തില്ല. നമുക്ക് വെടിവെച്ച് തീർക്കണം എങ്ങനെയും. ഇവിടെ മഞ്ഞത്ത് ഓടാൻ പറ്റുന്നില്ല. അടുത്തമാരും വരുന്നുണ്ട്. അതാണ് നമ്മുടെ കാർ. നമുക്കിപ്പോൾ അവിടെ കയറണം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവന്മാരെയും കൂടെ തീർത്തിട്ട് വേഗം പോയി കാറിൽ കയറാം. ഇല്ലെങ്കിൽ ഇവന്മാർ പുറകെ ഫോളോ ചെയ്ത് വരിക. അതാണ്
എല്ലായിടത്തും അടിച്ചു തീർത്തിട്ടുണ്ട്. ഓടിപ്പോയി കാറിൽ കയറാം. ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട്. എന്തായാലും നേരെ കാറിൽ കയറാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കളിക്കുന്ന PS4-ലാണ് കളിക്കുന്നത്. എല്ലാവരും ഒന്നും ഇതിൽ കളിക്കണമെന്നില്ല. ചിലവർ PC-യിലായിരിക്കാം, മൊബൈലിലല്ലേ. അപ്പോൾ ഓരോന്നിലൊക്കെ ആയിരിക്കും കളിക്കുക. ഞാനിപ്പോൾ PS4-ലാണ് കളിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെ ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ട്രവർ വണ്ടി വരുന്നമാരെ ഇറങ്ങി വിളിക്കുന്നു. എൻ്റെ മോനെ നമ്മുടെ ഡ്രൈവർ എങ്ങനെ ചത്തിട്ടുണ്ട്. നൈസായിട്ട് മൈക്കിൾ ഡ്രൈവറായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം മൈക്കിളാണ് കാർ ഓടിക്കുന്നത്. മൈക്കിള് പോലീസുകാരെ ഇടിച്ച് സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 3 പേരേ ഉള്ളൂ. നമ്മുടെ ഡ്രൈവർ മരിച്ചുപോയി. നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, വണ്ടി ഓടിക്കുന്നത് R2 കുത്തിയാൽ മതി. അപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റും. അതായത് ലെഫ്റ്റ് കൺട്രോളർ വെച്ചിട്ട്, ലെഫ്റ്റ് ജോയിസ്റ്റിക്കാണ്. ജോയിസ്റ്റിക് പോലത്തെ സംഭവം വെച്ചിട്ടാണ് നമ്മൾ തിരിക്കുന്നത് വണ്ടി. ഇപ്പുറത്തെ റൈറ്റ് ജോയിസ്റ്റിക് പോലത്തെ സംഭവം സ്ക്രീൻ തിരിക്കുന്നതാണ്. ട്രയാങ്കിൾ ഫുള്ള് പോലീസാണ് ഇതിലാണ് പോകേണ്ടത്. ഓക്കെ, നമുക്കിതിൽ പോകാം. ഇതിൻ്റെ മൂന്ന് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. മിക്കവർക്കും അറിയാമായിരിക്കും GTA 5 ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. ഈ ട്രെയിൻ വന്നിടിക്കുന്നു, നമ്മളെന്നിട്ട് ഇവിടെ ഒരു വീട്ടിൽ വരുന്നു. ഓക്കെ, നമ്മുടെ ഡ്രൈവറും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഇവർ 3 പേരും നടന്ന് ഈ ഒരു ഹൗസിലോട്ട് കയറാൻ പോകുമായിരുന്നു ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇവിടെ ഒരു സ്നൈപ്പർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഫസ്റ്റ് തന്നെ ഈ മഞ്ഞ ഉടുപ്പിട്ട് അവനെ അടിച്ചു കൊല്ലുന്നു. ട്രെവർ നൈസായിട്ട് പോയി കവർ എടുക്കുന്നു. ഇവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ മൈക്കിൾ ഇവിടെ നിൽക്കുമ്പോൾ നൈസായിട്ട് നമ്മുടെ മൈക്കിളിനെ അങ്ങനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മൈക്കിൾ ഇവിടെ വെച്ച് മരിക്കുകയാണ്. ഓക്കെ, പിന്നെ ട്രെവർ മാത്രമേ ഉള്ളൂ. ട്രെവർ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ഇനി ശ്രമിക്കുന്നത്. ഓക്കെ, അവിടുന്ന് പോലീസുകാർ വരുന്ന ശബ്ദം കേൾക്കാം. ഓക്കെ, പോലീസുകാർ വന്നിട്ടുണ്ട്. എല്ലാവരും നമുക്ക് വെടിവെച്ച് തീർക്കാം. ട്രെവർ മാത്രമേ ഉള്ളൂ. നമ്മുടെ മൈക്കിൾ മരിച്ചുപോയി. വേറെ ഒരുത്തരുണ്ടായിരുന്നു, അവരും മരിച്ചുപോയി. ആരും വെടിവെച്ച ചാവതില്ലേ, നല്ല ബെസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പോലത്തെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ ട്രെവറിൽ നിന്ന് എസ്കേപ്പ് ആവണം. അപ്പോഴേക്കും വീടിൻ്റെ അകത്തുനിന്ന് ഒരു പെണ്ണ് ഇറങ്ങി വന്നിട്ടുണ്ട്. നൈസായിട്ട് ആ പെണ്ണിനെ ഹോസ്റ്റേജ് ആക്കാനാണ് ട്രെവർ നോക്കുന്നത്. പെണ്ണ് നൈസായിട്ട് തറ വീണിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ലേഡീനെ ഹോസ്റ്റേജ് ആക്കിയിട്ട് ട്രെവർ നൈസായിട്ട് ഒന്ന് രക്ഷപ്പെടുകയാണ്. ഓക്കെ, പോലീസുകാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ ലേഡീനെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്രെവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ 2 ബോഡി അവിടെ കിടപ്പുണ്ട്. മൈക്കിളിൻ്റെയും ആ ഒരു മഞ്ഞ ഉടുപ്പിട്ടവൻ്റെ, അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അറിയാവുന്നവർ ഞാൻ നേരത്തെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് അവരുടെ ചടങ്ങുകളാണ്, മരിച്ചവരുടെ പോലീസുകാരുടെയൊക്കെ ചടങ്ങുകളാണ്. അവരുടെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ സൈഡിൽ നിൽക്കുന്നത് ഇയാൾ വേറാണ്, ഞാൻ ആ ഒരു വയസ്സായ വ്യക്തിനാണ്. ഓക്കെ, റോക്സ്റ്റാർ ഗെയിംസ് പ്രസൻസ് അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അവിടെ നിങ്ങൾ മൈക്കിൾ മരിച്ചു വീഴുന്ന കണ്ടായിരുന്നു. ബട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈക്കിൾ മരിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇവിടെ ഒരു മാസ് എൻട്രിയാണ് കാണിച്ചിരിക്കുന്നത്. മൈക്കിൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഒരു മട്ടിലാണ്. അങ്ങനെ നോർത്ത് ആംഗിളിൽ നിന്ന് മൈക്കിളും ട്രെവറും രക്ഷപ്പെട്ടു പോയി. ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 ഓർ GTA 5 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിളിക്കാറ്. ലോഡിങ് ആണ്. ഇനി എന്തുവാണ്? അപ്പോൾ ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇത് വരുന്നവരെ. ഓക്കെ, വന്നിട്ടുണ്ട്. മൈക്കിളാണ് ഇവിടെ ഇരിക്കുന്നത്.
നിങ്ങൾക്ക് അതൊക്കെ വായിച്ചു നോക്കാം. ഇതിന്റെ മ്യൂസീഷ്യനും അങ്ങനെ ഡയറക്ടറും അങ്ങനെ ഗെയിം ഡിസൈനറും എല്ലാവരുടെയും പേര് സൈഡിൽ എഴുതി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. നമുക്ക് എന്തായാലും ഇത് നൈസായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് മിഷൻ ലാമർ ആൻഡ് ഫ്രാങ്ക്ലിനാണ്. സോറി മൈക്കിൾ അല്ല, ഫ്രാങ്ക്ലിനാണ്. ലാമർ അവിടെ കുഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇതാണ് ഫ്രാങ്ക്ലിൻ, കണ്ടില്ലേ, നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ചൂസ് വൺ ഓഫ് ദ കാർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു കാർ എടുക്കാം. OB വൈറ്റ് കാർ. ലാമർ ആ ഒരു കാർ എടുത്തിട്ടുണ്ട്. ലാമറിനെ ഫോളോ ചെയ്ത് പോകണം. ഈ ടാസ്ക് മിക്കവർക്കും അറിയായിരിക്കും. ഓക്കെ, ആ ഒരു ബട്ടൺ കണ്ടില്ലേ, അത് പ്രസ് ചെയ്താൽ റൂഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ലാമറിനെ ഫോളോ ചെയ്യാം. ലാമർ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഈ പൊക്കോണ്ടിരിക്കുന്ന ആളെ നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ലാമർ നമ്മളെ വിളിച്ചിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് കൺട്രോൾ ചെയ്തിട്ട് പാടാണ്. പോകുന്ന ആളെ നമുക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കിൾ ബട്ടൺ കിട്ടിയാൽ മതി. ഇങ്ങനെ ഫോക്കസ് ആവും. PS4 കാര്യമാണ് ഈ പറയുന്നത്. അയ്യോ, ഞാൻ കയറി ഇടിച്ചിട്ടുണ്ട്. ഇടിച്ചാലൊന്നും സീനില്ല. എന്തായാലും ലാമറിനെ ഫോളോ ചെയ്ത് പോവാം. ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സമയമുള്ളവർ മാത്രം ഇരുന്ന് കാണുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഞാൻ എന്തായാലും ഒറ്റയടിക്ക് അല്ല പിടിക്കുന്ന, 2-3 ദിവസമായിട്ട് പിടിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് എന്തായാലും ലാമറിനെ ഫോളോ ചെയ്യാം. സൈക്കിളിലൊക്കെ ആൾക്കാരൊക്കെ ചവിട്ടി പോകുന്നുണ്ട്. ലാമർ ഏതോ സ്ഥലത്തൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാടൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഏലിയൻസിൻ്റെ ഒക്കെ ഞാൻ ഇടിച്ചതന്നെ. ഏലിയൻസിൻ്റെ ഒക്കെ ആ ഒരു ഇതിട്ട കോസ്റ്റ്യൂം ഇട്ട ആൾക്കാരൊക്കെ ഇവിടെ ബൈക്കിനെ ഞാൻ കയറി ഇടിച്ച്. നൈസായിട്ട് ഈ മ്യൂസിക് അങ്ങോട്ട് ഓഫ് ആക്കാം. അപ്പോൾ ഇതൊരു സ്വസ്ഥത ഇഷ്ടമല്ല. നമ്മുടെ റേഡിയോ, ഓ എൻ്റെ മോനെ, ഓയിൽ ടാങ്കറൊക്കെ വരുന്നുണ്ട്. ലാമർ എങ്ങാനും ഇതിൽ കയറി ഇടിച്ചു കഴിഞ്ഞാൽ ലാമർ പൊട്ടിത്തരും. അയ്യോ, അവനങ്ങ് പോകാണല്ലോ, അവനെ പിടിക്കാൻ പറ്റുന്നില്ല. ഓ, ഭയങ്കര ഫാസ്റ്റാണ് കേസ് ലാമർ. പിന്നെ ഈ ഒരു കാറായതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ലാമറെ വെട്ടിച്ചു. എൻ്റെ മോനെ നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ ഫ്രണ്ട് ചളിഞ്ഞു പോയി. അയ്യോ എടാ, ലാമർ പോയി. അയ്യോ അയ്യോ, പിടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. സ്പീഡിൽ പോ. വീട് തന്നെ പണി കിട്ടും. പിന്നെ നമ്മുടെ ഫ്രീ ഫയർ GTA എന്തുവാ PS4 ഒരു വലിയൊരു ബട്ടൺ ഉണ്ടല്ലോ. ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയത്തില്ല. വലിയൊരു പരന്ന ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനത്തെ 3 വ്യൂകളാണുള്ളത്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെയാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. പിന്നെ ഫോർത്ത് പേഴ്സൺ ഇത്തിരി ലോങ് ആയിട്ട് കാണുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സെക്കൻഡ് പേഴ്സൺ ആണ്, അല്ല തേർഡ് പേഴ്സൺ ആണ്. അയ്യോ, വാനൊക്കെ വന്ന് പിടിച്ചേനെ. ലാമർ ഇതിലെ വഴിയാണ് പോകുന്നതെന്നൊരു പിടി കിട്ടുന്നില്ല. ഭയങ്കര സ്പീഡിൽ എവിടെ ഇടിക്കാതെ പോകുന്നത്. ഇടിക്കാതെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഇടിച്ച് കറങ്ങിയൊന്നും നിൽക്കത്തില്ല. പോലെ ഇവിടൊക്കെ കണ്ട കൈസ്, ഇവിടൊക്കെ ഒരു റോബറി ഉണ്ട്. അതൊക്കെ ചെയ്യണം കൈസ്, പൊളിയാണ്. യൂണിയൻ ഡെപ്പോസിറ്ററി പാർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, അതെന്തായാലും നഴ്സറി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നമ്മളോട് സംസാരമാണ്. എന്തായാലും പോലീസുകാർ വന്നിട്ടുണ്ട്. ഇത്രയും ഇതൊക്കെ ചെയ്തതിന് എല്ലാവരും ഇടിച്ച് തെറിപ്പിച്ച് നമ്മൾ ട്രാഫിക്കൊക്കെ തെറ്റിച്ച് വന്നതായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ലോസ്റ്റ് കോപ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ പോലീസിനെ നമ്മൾ മാറ്റണം. പോലീസ് അറിയാതെ നമ്മൾ എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്തിരിക്കണം. ഈ കാറിൽ നിന്ന് എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ കാറ് തിരിച്ചു കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. എനിക്കെന്തായാലും ഇവിടുത്തെ ഹൈഡിങ് പ്ലേസ് ഒക്കെ അറിയാം. നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിലെ വരെ ഈ പാലത്തിനടിയിൽ ഈ ഒരു സ്ഥലത്തോട്ട് കയറുക. ഓക്കെ, ഇവിടെ കയറിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടാൽ മാത്രം മതി. ഇങ്ങോട്ടൊന്നും ആ ഒരു വ്യക്തി പോലും വരത്തില്ല. ഇതെന്ന് പറയുന്നത് വീടില്ലാത്തവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടൊന്നും ഇവിടെ ആരും വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം, പോലീസുകാർ ഒന്ന് പോകുന്നവരെ.
ഓക്കെ ഗൈസ്, നമ്മുടെ പോലീസുകാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കാർ കൊണ്ട് നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോകണം. ഓക്കെ, നമ്മൾ വന്ന വഴി തന്നെ അങ്ങനെ ഇറങ്ങി പോവുക. ഫുൾ ഡാമേജ് ആയിട്ടുണ്ട്. കണ്ട ഗൈസ് ഫ്രണ്ട്. ഇതെന്തുവാടാ, എന്തായാലും ഇപ്പൊ തന്നെ പോലീസ് വരുത്തും. ഓക്കെ, ഇതാണ് ഡീലർഷിപ്പ്. ഈ ഡീലർഷിപ്പ് എൻ്റെ ഓണർ എന്ന് പറയുന്നത് സിമിയോൺ എന്ന് പറയുന്ന ഒരു ആളാണ്. അറിയാമായിരിക്കും എല്ലാവരും, എന്നാലും ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടി. ഓക്കെ, അങ്ങനെ ഡീലർഷിപ്പിൽ കയറ്റി. ഓക്കെ, ദിസ് കാർ സിമിയോൺസ് കാർ ഡീലർഷിപ്പ് ഫ്രാങ്ക്ലിൻ കാൻ സം ഹെൽപ്പ്. ഓക്കെ, കണ്ടില്ലേ, ഫ്രാങ്ക്ലിൻ ഹെൽപ്പ് വയ്ക്കാൻ വന്നേക്കാണ്. ഇത് റെഡിയാക്കാനാണെന്നോ എനിക്ക് അറിഞ്ഞുകൊണ്ട്. ഇവിടെ മൈക്കിളിൻ്റെ മോനായ ജിമ്മിയാണ് നിൽക്കുന്നത്. ഇതാണ് നീല ഉടുപ്പിട്ട ആളാണ് സിമിയോൺ. ഓക്കെ, ആ ഒരു മഞ്ഞ ജീപ്പ് പോലെ ഒരു സംഭവമാണ്. ആ കാർ വാങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന് നൈസായിട്ട് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഇനി ഒരു കാറ് കയറിയിട്ട് ഒരു സ്ഥലത്ത് നമുക്ക് പോകണം. പുറത്തുനിന്ന് നമ്മുടെ സ്വന്തം കാറാണ് ബേസിക്കലി. ഈ കാറ് ഈ ഒരു മിഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വന്തം കാറാകുന്ന കാറാണ്. റേഡിയോ ഓൺ ആയിട്ടുണ്ട്, നമുക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇതൊരു സെറ്റ് കാറാണ്. നമുക്കെന്തായാലും ഫ്രാങ്ക്ലിന്റെ ഹൗസിലോട്ട് പോവാം. ഫ്രാങ്ക്ലിന് 2 ഹൗസ് ഉണ്ട്. ഒന്നൊരു കുഞ്ഞു ഹൗസാണ്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത്തെ ഹൗസ് ഉണ്ട്. ആ ഹൗസ് എല്ലാവർക്കും ഒന്ന് എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്രാങ്ക്ലിന്റെ ഹൗസ്. നമുക്ക് എന്തായാലും ഇവിടെയാണ് കാർ ഗാരേജ് ഉള്ളത്. ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഒരൊറ്റ കാറെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പാർക്ക് ചെയ്തു. ലാമറും ഫ്രാങ്ക്ലിനും ഇറങ്ങി. ഇതാണ് ഫ്രാങ്ക്ലിന്റെ വീട്. അത്യാവശ്യം കുഞ്ഞു വീടാണ്, പഴയ വീടുമാണ്. ഇത് കാടൊക്കെ പിടിച്ച് കിടക്കാണ്. ഇത് കണ്ടില്ലേ, മഷ്റൂംസ് ഒക്കെ അവിടെ കാണാം. ഇതെന്തായാലും നൈസായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ തമ്മിലുള്ള കോൺവെർസേഷൻ. അങ്ങനെ നമ്മൾ കയറി ഇത്ര കാശ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിഷൻ പാസ്സായി. ഈ ഒരു മിഷൻ്റെ പേരായിരുന്നു ഫ്രാങ്ക്ലിനാണ്, ലാമർ. നല്ലൊരു പേര്. അപ്പോൾ ഇത് കുറേ കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങൾ അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ വീട് കാര്യങ്ങളോ ഒന്നും തന്നെ അൺലോക്ക് ആയിട്ടില്ല. അല്ല, മാപ്പും കാര്യങ്ങളും ഒന്നും തന്നെ അൺലോക്ക് ആയിട്ടില്ല. മാപ്പിലുള്ള ഐറ്റംസ് മാത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പലറ്റോ ഏരിയ. അതുപോലെ ഇതാണ് നമ്മുടെ മിലിറ്ററി ബേസ് ഏരിയ. ഇവിടെ ആയിട്ട് വരും മിലിറ്ററി ബേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് സാൻറ്റോസ്. ഇത്രയും വരും. ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ലോസ് സാൻറ്റോസ്. ഇവിടെ ആയിട്ട് നമ്മുടെ എയർപോർട്ട് വരും. അല്ല, ഇവിടെ ആയിട്ടാണ് എയർപോർട്ട് വരുന്നത്. അങ്ങനെ ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇറങ്ങാം. ഇനി ഒരു കോൾ വരും, നമ്മുടെ സിമിയോൻ്റെ കോളാണ്. ഓക്കെ, വന്ന് നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാം. Hey, what's going down, huh? ഓക്കെ, നമ്മുടെ സിമിയോൺ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. ഒരു മാർക്കറ്റ് ബോയ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും സിമിയോണിൻ്റെ ടാസ്ക്കായ എസ്സിലോട്ടാണ് ഇനി പോകേണ്ടത്. എസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. സിമിയോൺ എസ്. അപ്പോൾ ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കിങ്ങനെ മാർക്ക് ചെയ്തൊക്കെ പോകാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ പോയാലും മതി. നമുക്ക് എന്തായാലും മാർക്കൊന്നും ചെയ്യണം, തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ മാർക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഇതാണെങ്കിൽ വേണ്ടടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം. സൂം ഔട്ട് സൂം ഇന്നൊക്കെ L2ഉം R2 ആണ്. സൂം ഔട്ട് സൂം ഇന്ന് മാർക്ക് ചെയ്യുന്നത് വേണ്ടടുത്ത് കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇൻഡ് കുത്തിയാൽ മതി. കണ്ടില്ലേ, അടിയിലായിട്ട് കാണുന്നതായിരിക്കും വേ പോയിന്റ്. ഇൻഡ് കുത്തിയാൽ മതി. ഇനി നമുക്ക് മാറ്റിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഈ GTA 5 എന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും ഇടിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും പോലീസുകാരൊന്നും വരത്തില്ല. ഒച്ചത്തി ഇങ്ങനെ വെടിവെക്കാനൊന്നും പാടില്ല. വെടിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസ് വരും. സൈലൻസർ ഉണ്ടായാലും കുഴപ്പമില്ല, എന്നാലും ആൾക്കാരെ വെടിവെച്ചാൽ പോലീസ് വരും. നമുക്കെന്തായാലും നേരെ സിമിയോൺ എന്ന് പറഞ്ഞ എസ് എന്ന മിഷനിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സിമിയോൻ്റെ ഡീലർഷിപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് സിമിയോൻ്റെ ഡീലർഷിപ്പ്. നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഓക്കെ, ഇവിടെ കുറേ കാറുകളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും
പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇറങ്ങി പോവാൻ വെച്ചിട്ട്. ഓക്കെ ഓക്കെ. Hey, what's up, Simeon? ഓക്കെ, സിമിയോൺ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ കോൺവെർസേഷൻ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ബീച്ച് സൈഡിലായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകണം. ഓക്കെ, ഇവിടെ ആയിട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് നമുക്ക് ഒരു കാറ് എടുക്കാനാണ് പോകുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ കിടക്കുന്ന ഒരു കാർ എടുത്തോണ്ട് പോവാം. I never took you to be old പിന്നെ hairstylist നമ്മുടെ കാർ type തന്നെ bitch, അങ്ങോട്ട് എടുക്കും. but now it's all starting to make നമ്മുടെ കാർ sense. തന്നെ എടുക്കാം, അതായിരിക്കും ബെറ്റർ. Hey, wasn't that motherfucker who took the bike? നമുക്ക് എന്തായാലും ഇനി ബീച്ച് സൈഡിൽ എത്തിയതിന് ശേഷം കാണാം. I'm a psychotic motherfucker. That's how shit work, ain't it? അപ്പൊ guys, നമ്മളത് എത്താറായിട്ടുണ്ട്. നല്ലൊരു ഇടി Look, അടിച്ചു. little uneasy relationship. ഇവിടെ We ആയിട്ടാണ് actually do നമ്മുടെ something above and beyond. You fall out, എന്താണ് fools സ്ഥലം, get capped, ഇവിടുന്നാണ് then you നമ്മൾ start കാർ all over എടുക്കാൻ again with some other fool. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങോട്ടാണ് Mine should be in one of the lockups down here. Should be is the story of your life, asshole. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ ലോക്കാണ്, അതുകൊണ്ട് നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകണം. ക്ലൈംബ് ചെയ്യുന്ന ബട്ടൺ സ്ക്വയർ ആണ്. മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. എവിടെ ഒരു കളർ എങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് ഒരു അടി കൊടുക്കാം. അടിച്ച് കിണ്ടി അടിക്കാം. ഒരു അടി കൊടുത്തു. ഓക്കെ, അവിടെ കിടപ്പുണ്ട്. Shit, man. Play it cool. ഓക്കെ, ഇവിടുന്ന് ഒരു കാറ് പോകുന്നുണ്ട്. അമ്മമാര് നമ്മൾ എന്നിട്ട് അറ്റാക്ക് ചെയ്യും. Keep it moving. Yes. I don't like this അമ്മമാരത്ര shit one bit. നല്ലവന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മമാർ അവിടെ കാർ നിർത്തിയിട്ടുണ്ട്. Hey, look, let's keep it smooth, homie. Man, your pussy the only thing that's smooth up in this shit. കാർ Man, what നിർത്തിയിട്ട് എന്ത് exactly did I ചെയ്യണമെന്ന് do in the അറിയത്തില്ല. past life to deserve your stupid ass? This is a routine lick, dog. Chill. ഈ കാർ എപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. Shit, we in Vespucci Beach. ഓക്കെ, ഇവിടെ 3 ഗാരേജ് ഉണ്ട്. നമുക്ക് എന്തായാലും You should know ഓരോരോ what makes ഗാരേജിലായിട്ട് you നമുക്ക് different. നൈസായിട്ട് Hey, hold up. നോക്കാം, This is തപ്പി one of നോക്കാം. these locked up. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഗാരേജിലോട്ട് പോയി തപ്പാം. ഇവിടെ വല്ല കാറുണ്ടാകും നോക്കാം. ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഒരു വെസ്റ്റ് കിടപ്പുണ്ടല്ലോ. That wasn't it. നൈസായിട്ട് ആ ഒരു വെസ്റ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത തുറന്ന് നോക്കാം. ഇതിനകത്ത് കുറെ സോഫയാണ്. അപ്പൊ ഇതിനകത്തായിരിക്കും. Enemy is right there. ഓക്കെ, അമ്മമാർ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. അമ്മമാര് നമ്മളെ പറ്റിച്ചാണ് ഇതിനാണ് നമ്മളെ വിളിച്ചത്. ഓക്കെ, വാഗോസ് ഗാങ്സ് ആണ്, ഗ്യാങ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ഇവര് തമ്മിൽ വഴക്കായിട്ടുണ്ട്. എന്റെ മോനെ ലാമർ വെടി വെച്ചിട്ടുണ്ട് നൈസായിട്ട്. ഇനി ഫുള്ള് വെടിയാണ്. ഓക്കെ, ലാമർ താറെ തോക്കിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ആ ഒരു തോക്ക് എടുത്തിട്ട്. ഓക്കെ, പിസ്റ്റലാണ്. നോ പ്രോബ്ലം. വെടിവെക്കാൻ പ്രോ ആണ്. പ്രോ Find your bitch ass and cover. Motherfuckers gonna scout for the drone. Shoot up that cat. Even the shit out, homie. Grab the shotgun. ഇവന്റെ നമുക്ക് ഷോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ മോനെ ഷോട്ട് എന്റെ മോനെ Follow me. Let's get through this. കാറിലൊക്കെ എന്റെ മോൻ ലൈസൻസിലൂടെ കവർ എടുക്കും. Get that car, homie. അവനെ തീർത്തു. എന്റെ മോൻ ഇതെന്താണ് ഫ്രാങ്കിൽ ചാടി വീഴാണ്. Up there. Shoot that nigga. Fuck his ass. വെടിവെച്ചിട്ട് ഉണ്ടാവും. How many they got? Shoot. ഇവിടെ ആൾക്കാരെവിടെയാ? മോളിലൊരുത്തൻ അവനെ തീർത്തു. ഓക്കെ, സെറ്റ്. നമുക്ക് എന്തായാലും നൈസായിട്ട് ഓടിപ്പോവാ. എന്താടാ ജാമർ വരുന്നില്ലല്ലോ. ജാമറ വേഗം പാടോ, വേഗം പോ, വേഗം പോ. You still breathing, homie? Yes, barely, homie. Shit, we gotta get the fuck away from this shit.
Man, we only came here for a bite. And that a motherfucker is right there. മോനെ കേസ് അവൻ ബൈക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ട്. ആ ഒരു ബൈക്കാണ് നമുക്ക് വേണ്ടത്. ബൈക്ക് എടുക്കാനായിരുന്നു വന്നത്. നൈസായിട്ട് ആ ബൈക്ക് എടുത്തോണ്ട് ഒന്ന് പോയി കേസ്. അവനെ കിട്ടത്തില്ല. നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോവാ. അവനെ ഫോളോ ചെയ്യോ. ലാമയെ പെട്ടെന്ന് വന്ന് കയറി. പെട്ടെന്ന് കയറി. You crazy motherfucker. Why we have to pop all them people? You was there too. Correct me if I'm wrong, but you shot more of them than I did. Fuck. But you shot more of them than I did. അവനെ കിട്ടുമെന്നൊന്നുമില്ല. നമുക്ക് സ്പീഡിൽ പോവാം. അവനെ നൈസായിട്ട് നമുക്ക് ഇടിച്ചിട്ടിട്ടാണല്ലോ ആ ഒരു ബൈക്ക് നമുക്ക് എടുത്തേ വരത്തുള്ളൂ. ആ 2 കാറാണ് നമുക്ക് വേണ്ടത്. കാറല്ല, സോറി, ബൈക്ക്. ഈ ഒരു കാറും ആ ഒരു ബൈക്കുമാണ് ഫ്രാങ്ക്ലിൻ്റെ സ്വന്തം വണ്ടിയുള്ള ഉയ്യോടാ. അവന് പോയില്ലോടാ. എനിക്ക് വഴി തെറ്റിയില്ല. അവനെ നമുക്ക് എവിടെയെങ്കിലും പോയി തപ്പാൻ കഴിയും. നമ്മൾ അവനെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ്റെ ആ ഫ്രണ്ടിൽ പോകുന്നവനാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല. നല്ല സ്പീഡിലാണ് അവൻ പോകുന്നത്. വെട്ടിച്ച് പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് നൈസായിട്ട് ഒറ്റ മോൻ ഇടിച്ചിട്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ബൈക്ക് എടുത്തിട്ട് വരണം. ലാമർ നൈസായിട്ട് കാർ എടുത്തോണ്ട് വന്നോളൂ. നല്ല പണിയാണ് തന്നത്. എന്തായാലും ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ട്. മരിച്ചോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് എന്തായാലും വേഗം ഇനി കാർ വാഷിലോട്ട് പോവാം. കാർ വാഷ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി കാർ വാഷിലെത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളങ്ങനെ കാർ വാഷിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കാർ വാഷ്. ഓക്കെ, ഇവിടെ ലാമർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് അപ്പുറത്താണ് നമ്മുടെ വീട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് നൈസായിട്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഈ ഒരു മിഷനും കഴിഞ്ഞു. അടുത്തൊരു എസ്സും കൂടെ വന്നിട്ടുണ്ട്. സിമിയോൺ എന്ന് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അത് തന്നെ സിമിയോൺ എന്ന് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഇവിടെ ആയിട്ട് ആമനേഷൻ ഉണ്ട്. ആമനേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൺസും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഗൺസ്, ആമോസും കാര്യങ്ങളൊക്കെ വാങ്ങാവുന്നതാണ്. നമുക്കെന്തായാലും നൈസായിട്ട് പോവാം ഗീസ്. അങ്ങോട്ട് സിമിയോൻ്റെ എസ്സിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ വേറൊരു മിഷനും കൂടെ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കാണ് അതിൻ്റെ ഫുൾ ഫോം. സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് എന്നാണ്. അതായത് വഴിയിൽ കാണുന്ന ആൾക്കാർ ആയിരിക്കും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. വഴിയിൽ കാണുന്ന ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്യണമായിരിക്കും. നമുക്കതായാലും നൈസായിട്ട് ഇവിടെ നിന്നൊരു കാർ അടിച്ചു മാറ്റിയിട്ട് നേരെ പോവാം. ഓക്കെ, തൊട്ടടുത്താണ്. പെട്ടെന്ന് അവൻ റെഡ് കളറാണ്. എന്നുവെച്ചാൽ അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഓക്കെ, ഈ ഒരു മിഷൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈക്കിളിന് അൺലോക്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരുന്നോ. ഇതാണ് മൈക്കിളിന് അൺലോക്ക് ചെയ്യുന്ന മിഷൻ. ഓക്കെ, ഈ കിടക്കുന്ന മൈക്കിളിൻ്റെ കാറാണ്, ബ്ലാക്ക് കാർ. ഓക്കെ, സിമിയോൺ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഗോ ടു ദ ഹൗസ് കേസ്. അത് ആരുടെ ഹൗസാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസ്. ഇതേ ഈ ഒരു സ്ഥലം മൈക്കിളിൻ്റെ ഹൗസാണ് കേസ്. കണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് മൈക്കിളിൻ്റെ കാർ തന്നെ. Because of the color of my skin, you think I am a scammer. No, skin color's got nothing to do with it. ഓക്കെ, ഈ മൈക്കിളിൻ്റെ കാർ അത്യാവശ്യം നല്ല കാറാണ് കേട്ടോ. ഇത് ഓബേൻ്റെ തന്നെ ഒരു കാറാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഓടീൻ്റെ ഒരു ചിഹ്നം പോലെ കാണും, പക്ഷെ അത് വേറെയാണ്. എന്തായാലും മൈക്കിളിൻ്റെ വീഡിയോ എത്തിയതിനു ശേഷം കാണാം. ഓക്കെ, നമ്മളെ സിമിയോൺ അങ്ങനെ വിളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ കോള്. ഓക്കെ, സിമിയോൺ എന്തോ പറയുന്നുണ്ട്. നമുക്കെന്തായാലും ആ ഒരു ജിമ്മി, മൈക്കിളിൻ്റെ മോനായ ജിമ്മി വാങ്ങിക്കൊണ്ട് പോയ ഒരു കാറ് തിരിച്ചെടുക്കാനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും ഓൾമോസ്റ്റ് മൈക്കിളിൻ്റെ വീട് എത്താറായിട്ടുണ്ട്. സിമിയോൺ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം. ഓക്കെ, സിമിയോൺ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി മൈക്കിളിൻ്റെ വീട്ടിൽ കയറിയതിന് ശേഷം കാണാം. എത്തിയിട്ടുണ്ട്. അയ്യോ, എൻ്റെ മോനെ ഇപ്പം തന്നെ ഞാൻ പോസ്റ്റ് അടിച്ചിട്ടുണ്ട്.
ഫൈൻഡ് എ വേ ഇൻ ടു ദ ഹൗസ്. ഓക്കെ, നമുക്ക് ഹൗസിൻ്റെ അകത്ത് കയറാം. നമുക്ക് നൈസായിട്ടിൽ ചാടി അങ്ങ് പോവാം ഗീസ്. ഓക്കെ, അവിടെ കൊടുത്ത് നിൽപ്പുണ്ട്. അവൻ കാണാതെ വേണം പോവാൻ. ടേക്ക് ഔട്ട് ദ ഗാർഡനർ എന്നാണ് പറയുന്നത്. നൈസായിട്ട് അവനെ ഒന്ന് അടിക്കണം. അല്ല വേണ്ട ഗീസ്, നമുക്ക് അടിക്കണ്ട. വെറുതെ എന്തിനാണ് നൈസടി സൈഡിൽ കൂടെ ഒന്ന് പോവാം. ഇവിടെ ഒരു വഴിയുണ്ട്, എനിക്കറിയാം. മൈക്കിളിൻ്റെ വീടിൻ്റെ അകത്ത് കയറാനുള്ളൊരു എളുപ്പ വഴിയാണ്. അത് നൈസായിട്ട് ഇത് ഈ ഒരു കാറിൻ്റെ മുകളിൽ ചവിട്ടി കയറാൻ മുകളിലോട്ട്. നമ്മുടെ ജിമ്മിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് ചാടി. ഓക്കെ, ഇവിടെ ജനൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പയ്യനെ ചാടി അകത്തോട്ട് കയറാം. നമുക്ക് ട്രേസിൻ്റെ ജിമ്മിൻ്റെ റൂമാണ് മുകളിലുള്ള. മൈക്കിളിൻ്റെ റൂം മുകളിൽ തന്നെയാണ്. ട്രേസി അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് നൈസായിട്ട്, നമ്മളെ കണ്ടില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ ജിമ്മിന് ഫുൾ അടിയോട് അടിയേഴ്സ്. ഏതൊരു ഗെയിം കളിച്ച് പ്രാന്താണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ട്രേസി ഉണ്ട്. ട്രേസി നമ്മളെ കണ്ടില്ല. ഓക്കെ, നമുക്കെന്തായാലും കാർ ഗാരേജിൻ്റെ ആ ഒരു ഡോർ ഇവിടെയാണ്. എൻ്റെ അവര് കണ്ടു കേസ്. എടോ, ഞാൻ വിചാരിച്ചവര് കാണില്ല. എൻ്റെ മോനെ കേസ് നമ്മുടെ മിഷൻ അങ്ങനെ ഫെയിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ GTA 5ൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ ഒരു അവസരം. എടാ, പിന്നെയും കണ്ടടാ. നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം. ഇതെന്താണ്? അന്നൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഒറ്റയടിക്ക് ചെയ്തതാണ്. എന്താണെന്ന് അറിയത്തില്ല. സൈലന്റ് ആയിട്ട് ആരും കാണില്ല. അവര് കാണാൻ പാടില്ല. അവര് കാണാതെ പോകുന്ന ഇത്തിരി പണിയാണ്. You're a real pro, Santa. A real pro. Well, you're a great student. Now just loosen up those hips. Okay, like this. ഈ ഒരു കണ്ടില്ലേ? നൈസ്. നമ്മൾ മൈക്കിളിനെ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. മൈക്കിൾ ഇതിനകത്ത് കിക്കാണ്. മൈക്കിൾ ഇതിനകത്തുണ്ട്. ഡീലർഷിപ്പ്. ഓക്കെ, എന്തായാലും വേഗം ഡീലർഷിപ്പിൽ പോവാം. നമ്മുടെ സിമിയോൺ നമ്മളെ കോൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കാർ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയാണ് കോൾ ചെയ്തത്. നമുക്ക് പെട്ടെന്ന് എന്തായാലും പോവാൻ. എൻ്റെ മോനെ നല്ലൊരു ഉടി അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ മൈക്കിൾ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. That's a 9mm semi-automatic pushed against your skull. Don't look around. You just keep driving where you're going. Hey, come on, man. This was a reboot job. Don't even think about running. Guy was behind on his fucking note. Unlikely. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈക്കിൾ പറയുന്ന പോലെയാണ്. മൈക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഡീലർഷിപ്പിന്റെ ഒരു ഭാഗത്ത് പോയി നിന്നിട്ട് ഡീലർഷിപ്പിനെ വിൻഡോ ഇടിച്ച് കയറ്റാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവൻ പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ നൈസായിട്ട് ഇടിച്ചിടുന്നുണ്ട് A car dealer, dog, by the name of Simeon Yeteri. So this businessman, he look legit to you? Look, man, it's just between him and your fucking son. Don't worry. Me and Mr. Yetarian. ഓക്കെ, നമ്മളെന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഡീലർഷിപ്പിന്റെ ആ ഒരു സ്ഥലത്ത്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നൈസായിട്ട് ഇടിച്ച് കയറ്റാനാണ് പറയുന്നത്. ഓക്കെ, ചബക്കാർ. ഓക്കെ, നമുക്ക് വിൻഡോ ഇടിച്ച് കയറ്റാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും വേറെ വഴിയില്ല, നമുക്ക് ഇടിച്ച് കയറ്റാം. അതാണ് വിൻഡോ, ആ വിൻഡോ ആണ് ഇടിച്ച് കയറ്റേണ്ടത്. നമുക്കെന്തായാലും സിമിയോണായിട്ട് ഫൈറ്റ് ചെയ്യാം. നമ്മളെന്തായാലും നൈസായിട്ട് മൈക്കിളായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ടാസ്ക് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിളിനെ കിട്ടുന്നതാണ്.
നമുക്ക് നൈസായിട്ട് ഡോഡ്ജ് ചെയ്യാം. ഡോഡ്ജ് ചെയ്ത് കിക്ക് ചെയ്യാം. Bottom feeder. അപ്പോൾ കിക്ക് ചെയ്യാൻ സമയം എന്തായാലും പഞ്ച്. ഓക്കെ, You run mad. ഒഴിഞ്ഞൊക്കെ പറഞ്ഞു എന്തായാലും കാറിൽ വെച്ച് അമക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു ടാസ്ക് അങ്ങനെ കഴിഞ്ഞു. ഫ്രാങ്ക്ലിൽ നിന്ന് കുറച്ച് കാശൊക്കെ കൊടുത്തു വിട്ടു. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു ടാസ്ക്. കോംപ്ലിക്കേഷൻസ് എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മൈക്കിൾ എന്ന് പറയുന്ന ടാസ്ക്കാണ്. ആണ്. എമ്മിൻ്റെ ഫുൾ ഫോം മൈക്കിൾ എന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇങ്ങോട്ട് പോവാം. നമുക്ക് ഫ്രാങ്ക്ലിനെ വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാവുന്നതാണ്. മൈക്കിളിനെ എടുക്കാവുന്നതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ മൈക്കിളിനെ വെച്ചാണ് കളിക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മൈക്കിളിൻ്റെ വീട്ടിലെത്താറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്. ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ. ഇവിടെ എന്തായാലും കാറിട്ടേക്കെ. ഈ കാർ ആരെങ്കിലും എടുത്തോണ്ട് നോക്കട്ടെ. ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി എടുത്തുകൊണ്ട് വന്ന കാറാണ്. ഓക്കെ, മൈക്കിളിൻ്റെ വീടിൻ്റെ ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കാണ്. നമ്മളെന്തായാലും വീട്ടിൽ കയറി ഇത് നമ്മുടെ ഒരു ജിമ്മിനെ രക്ഷിക്കുന്ന ടാസ്ക്കാണെന്ന് തോന്നുന്നു. മിഷൻ. ഞാൻ മിഷനിൽ നിന്ന് വായി വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വഴക്കാണ് അമ്മയും മോളും തമ്മിൽ. എന്തായാലും നമ്മുടെ ജിമ്മി രാവിലെ ഇങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ തൊട്ട് നമ്മുടെ ജിമ്മിനെ കാണുന്നില്ല. Hey Jim, I'm ജിമ്മി going for നമ്മളെ a drink. വിളിക്കുന്നുണ്ട്. Going down the Western Highway. It's been stolen. What? The yacht's been stolen? I was trying to sell it. I know you didn't want it sold, but I need money, and they don't want to buy it. They just want to take it. I'm hiding in the head. You're insane. All right, I'm coming. ഓക്കെ, നമ്മുടെ ജിമ്മി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് All പറഞ്ഞത്. right then. ഒരു Change of യാച്ച് plans. My darling boy is in trouble. യാച്ചിൽ വെച്ചിട്ട് എന്തൊരു I'll do what I can to help with നമ്മുടെ that, man. മൈക്കിൾ ജിമ്മി എന്തോ പ്രശ്നം ഉണ്ടാക്കി അവനെ പിടിച്ചു വെച്ചേക്കുവാണ്. എന്തോ കാശ് എന്തോ കൊടുത്താൽ അവന് തിരിച്ചു കൊടുത്തോളം എന്ന് പറഞ്ഞു. കാശൊന്നും നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ ഇടിച്ച് കയറാൻ പോവാണ്. പെട്ടെന്ന് പോകണം. ആ ഒരു ട്രക്കിന് മുകളിലാണ് യാച്ച് വെച്ചിരിക്കുന്നത്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. യാച്ചാണോ ഇല്ലേ ബോട്ടാണോ എന്ന് I എനിക്കറിയാം. know it well. Yeah, man. But shit, നമുക്ക് what the പെട്ടെന്ന് fuck? പോവാം. Little shit's been hijacked. They're somewhere on the Western Highway. Man, ain't you worried? About my boat? Yeah, I am. But you can always buy another boat. Can't tell my accountant that. Man, you can always get credit for one. But have you come repo it? No, thank you. All right, homie. I ain't your homie. I'm someone you want to impress. Really? Man, I thought you was retired. Why the fuck do I want to impress some slipper-wearing motherfucker? Because I can still teach you a thing or two. Maybe help you open the door to all the joys that boat-related parenting issues entail. So I'm gonna help you get this ഗൈസ്, boat back, right? നമ്മള് That you are, my ഇവിടെ friend. വന്ന് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് സംഭവം. ഞാൻ ഓർക്കുന്നില്ല ഇത് എവിടെയാണ്. ഞാൻ മറന്നുപോയി. അതാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ, ആ പോകുന്നതാണ് നമ്മുടെ യാച്ച്. നമ്മൾ നൈസായിട്ട് യാച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഫ്രാങ്ക്ലിനെ യാച്ചിൻ്റെ അകത്തോട്ട് കയറ്റണം. More like the father നമുക്ക് എന്തായാലും ആ യാച്ചിൻ്റെ അടുത്തൂടെ പോകണം. എന്നാലും നമ്മുടെ ഫ്രാങ്ക്ലിനെ കയറാൻ പറ്റുള്ളൂ. സ്പീഡിൽ വിടാം കാറ്. I'll cover it. Oh yeah, man. കാറിന് വലിയ സ്പീഡില്ല. ഓക്കെ, ഫ്രാങ്ക്ലിൻ ഇപ്പോഴേ ഇറങ്ങി റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അവിടെ കൊണ്ടുവന്ന് മുട്ടിച്ച് നിർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിന് കയറാൻ എളുപ്പമാകും. I'm not up here for fun, man. Give me this damn boat. എൻ്റെ മോൻ അങ്ങനെ ചാടിക്കറി ഓ എടാ മോൻ അവനെങ്ങനെയാണോ ചാടിയ ഇതിലായിട്ട് ചാടി കയറിയിട്ടുണ്ട്. എന്തായാലും ഓക്കെ, നമുക്കെന്തായാലും നേരെ പോവാന്നുണ്ട്. യാച്ച് ഫോളോ ചെയ്ത് തന്നെ കയറിയിട്ടുണ്ട്. ആരും കണ്ടില്ല. ഓക്കെ, ക്യാമറ ഞാൻ സിനിമാറ്റിക് മോഡ് ആക്കിയിട്ടുണ്ട്. അവിടെ ഒരുത്ത വന്നിട്ട് ഫ്രാങ്ക്ലിനെ തള്ളിയിടാൻ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല നൈസായിട്ട് ഒന്ന് വെടിവെച്ച് നോക്കാം. അവനെ തറയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഫുൾ പവറാണ്. വെച്ചിട്ട് എന്തോ കാണിക്കുന്നു.
ജിമ്മിനെ യാച്ചിനെ ചേസ് ചെയ്ത് പോയാൽ മതി. All right, now look for my son. ജിമ്മിനെ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്ക് മൂന്ന് ശബ്ദങ്ങൾ ഓക്കെ ഇതെന്റെ ജിമ്മി. ഓ ജിമ്മി ഇങ്ങനെ വന്നിട്ടുണ്ട്. Jimmy, എന്റെ പോലെ watch അതെന്താണ് out for the boom. ഗൈസ് നമ്മുടെ ജിമ്മിനെ നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ നോക്കാം. Oh, ഓക്കെ വേറെ let go of that. Ah, this is gonna kill us. അമ്മമാരെ വെടിവെച്ച് തീർത്തിട്ടുണ്ട്. എല്ലായിടത്തും വെടിവെച്ച് തീർത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനെയും ജിമ്മിനെയും പൊക്കാം. ആദ്യം തന്നെ നമുക്ക് ജിമ്മിനെ പൊക്കാം. ഓക്കെ ജിമ്മി ചാടാ. ഓക്കെ ജിമ്മി ചാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനാണ് Kid? Don't dad me, you little പുകയൊക്കെ വരുന്നുണ്ട്. You better hope she's still seaworthy. ഫ്രാങ്ക്ലിൻ അടിക്കോ. ഇതൊന്നുമില്ലടാ. ഇത് നല്ല Shit. സ്പീഡ്. Shit. Shit. Come on, come on. ഓക്കെ ഫ്രാങ്ക്ലിനെ സെറ്റഡാ പ്ലീസ്. Let's stop this ship from sailing. Doesn't sound good. Hey, that's the നമ്മുടെ വണ്ടിയിൽ പുകയൊക്കെ വരുന്നുണ്ട്. shit in this thing. Don't you die on me yet. നമുക്ക് എന്തായാലും ഇത് കൊണ്ട് ലോസ് ആൻഡസ് കസ്റ്റമേഴ്സിൽ കൊണ്ടുപോയിട്ട് ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ നമ്മളങ്ങനെ ലോസ് ആൻഡസ് കസ്റ്റമേഴ്സിൽ എത്താറായിട്ടുണ്ട്. This dude, man, his name Hal. ഇതാണ് നമ്മുടെ ലോസ് ആൻഡസ് കസ്റ്റമേഴ്സ്. നമുക്ക് ഇവിടെ കയറിയിട്ട് കാർ ഒന്ന് റിപ്പയർ ചെയ്യാം. Right? So you sure you're good? Yeah, I got ഓക്കെ this. എന്തായാലും മൈക്കിളിനെ നൈസിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ Walk around. ഇത് റിപ്പയർ ചെയ്തിട്ട് Look, man, I'm gonna get the തിരിച്ച് ride fixed, man. Drop me മൈക്കിളിനെ back വീട്ടിൽ off at your കൊണ്ടിടും. house along with this dude. ഓക്കെ മൈക്കിളിന് വേണ്ടി ഒരു ക്യാബൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കയറി റിപ്പയർ ചെയ്യിപ്പിക്കാം. We're gonna trick this whip or what? ഓക്കെ Still need to get you out for one of the races, Franklin. ചുമ്മാ See if you റിപ്പയർ ചെയ്താൽ drive നമുക്ക് as എന്തായാലും fast as you അപ്ഗ്രേഡ് ഒന്നും talk. ചെയ്യണ്ട. അതിനുള്ള കാശൊന്നുമില്ല. Recondition. ഓക്കെ റിപ്പയർ ചെയ്ത് നമുക്ക് എന്തായാലും ഇനി ബാക്ക് പോവാം. ഓക്കെ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും മൈക്കിളിൻ്റെ വീഡിയോ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ സോറി നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലെത്തിയ ആ ഒരു മിഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. So like, since we're both Okay, they- unemployed, like we could run നമ്മുടെ together. കാർ You know? കൊണ്ടുവന്നിട്ടു. Yeah, I think about it, homie. Or നമ്മുടെ ഫ്രാങ്ക്ലിൻ പോകാണ് yeah. കഴിഞ്ഞു. പിന്നെ മൈക്കിളിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഫ്രാങ്ക്ലിന്. ഓക്കെ അപ്പം മൈക്കിൾ നേരത്തെ Yes, it's കൊണ്ടുവന്നിട്ട definitely കാറാണ്. illegal to stuff a midget with coke and treat him like a pinata. ഓക്കെ ജിമ്മിയൊക്കെ ഉണ്ടോ മെസ്സേജ് ഒക്കെ ഉണ്ട്. നമുക്കതൊക്കെ ചുമ്മാ ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു. I'd have to look that up. ഓക്കെ ഇനി നമുക്ക് ഉള്ളത് ഈ ഒരു ടാസ്ക്കാണ്. ടാസ്കല്ല സോറി മിഷൻ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ്. മൈക്കിളിന് ടാസ്ക് കാര്യങ്ങളൊന്നുമില്ല. മൈക്കിൾ എന്നാലും എവിടെയാണെന്ന് നോക്കാം ഇപ്പം. ഓക്കെ മൈക്കിൾ ഇവിടെയാണ്. ടാക്സി വന്ന് ഇറങ്ങിയത് ഇവിടെയാണ്. എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ വന്ന് ഇറങ്ങാനുള്ള ഇനി ഇവിടെ വന്ന് ഇറങ്ങി. നമുക്ക് എന്തായാലും നീസായിട്ട് ഫ്രാങ്ക്ലിനെ എടുത്തിട്ട് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് എന്ന് പറയുന്ന ടാസ്കിലോട്ട് പോവാം. ഓക്കെ നമ്മൾ പോകാൻ വേണ്ടി തിരിക്കുമായിരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സിമിയോൻ വിളിച്ച് നമുക്ക് എന്തായാലും നൈസായിട്ട് അറ്റൻഡ് ചെയ്ത് Hey, നോക്കാം. look, man. Look, you were like a son to me. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സൈഡ് ആക്കാം. Does that mean nothing to you? Nigga, ഇവിടെ do that. റോഡ്സ് Gun to റോയ്സ് my ഒക്കെ head. കിടക്കുന്നു. No loyalty, no integrity. You should have taken the bullet. My business, my totally legitimate business. You're fucked, my boy. Fucked. ഓക്കെ സിമിയോൺ എന്തോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും ആവട്ടെ. നമുക്ക് എന്തായാലും ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് എന്ന് പറയുന്ന മിഷനിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് എന്ന് പറയുന്ന മിഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്. അതിലൂടെ കാർ കയറിയിട്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ ഇതൊരു ലേഡിയാണ്. ടോണിയ എന്നാണ് ഈ ലേഡീൻ്റെ പേര്. Well, your ass don't.
ഈ ലേഡി പറയുന്ന ലേഡീൻ്റെ ഈ ഒരു ലേഡീൻ്റെ കാറ് Nigga, you need to slow it ഇവിടെ down. പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടറൊക്കെ വെച്ചിട്ട് ഈ ഒരു ആ ഒരു കാറ് പെട്ടുപോയ കാറ് എടുത്തു കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനാണ്. Alright, shit, where we അങ്ങോട്ട് go? Trucks at the പോവാം. Davis Sheriff Impound. ഇപ്പൊ എന്തായാലും ആ ഒരു സ്ഥലത്ത് എത്തുന്നവരെ കാണാം. Bro, come ഓക്കെ on. ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ദേ ഇവിടെ ആയിട്ടാണ് ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനുമായിട്ട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ ടോ ട്രക്ക് കിടക്കുന്നത്. ഇതാണ് ടോ ട്രക്ക്. ഇപ്പൊ എന്തായാലും ടോ ട്രക്കിൽ കയറാം. ടോണിയാ വന്ന് പെട്ടെന്ന് കയറും. ഇനി പോകുന്ന സ്ഥലത്തോട്ട് ഒരു കാർ പിക്ക് ചെയ്യാനാണ് പോകേണ്ടത്. നമുക്ക് എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു കാർ കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയായിട്ടാണ് ആ ഒരു കാർ കിടക്കുന്നത്. Okay, I've seen JB do this 100 times. Back up close. Make sure the hook is down. ഇതാണ് And it കാർ should എന്ന് തോന്നുന്നു. slide നമുക്ക് ഈ right കാറിൽ in. ഓക്കെ ഇത് തന്നെയാണ്. ഇതെന്തായാലും പിക്ക് ചെയ്ത് എടുക്കാം. ഈ ഒരു അറ്റത്തെ ഹുക്ക് വെച്ചിട്ടാണ് നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നത്. ഇത് താത്താൻ വേണ്ടി Back it up nice. ലെഫ്റ്റ് ജോയ്സ്റ്റിക്ക് താഴോട്ടും മുകളോട്ടും ആക്കിയാൽ മതി. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ Okay, പിടിപ്പിക്കണം. we are അപ്പോൾ തന്നെ അത് in, baby. Let's get this കയറി back to the പിടിച്ചോളൂ. lot. മാഗ്നറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഇനി ഇത് റിലീസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് 4 ബട്ടൺസ് കാണും. അതിൽ റൈറ്റ് സൈഡിലെ ബട്ടനാണ് കുത്തേണ്ടത്. അത് കുത്തി കഴിഞ്ഞാൽ ഇത് റിലീസ് ആവുന്നതാണ്. Oh, nigga got airs now. I remember you before you was a woman നമുക്കെന്തായാലും when you just ആ ഒരു was. സ്ഥലത്തെത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. അവിടെ നേരത്തെ ടോട്ടറൊക്കെ എടുത്ത ആ ഒരു സ്ഥലം തന്നെയാണ്. Okay, we make the drop where they Figure got out the areas what marked. നമുക്ക് They get അങ്ങോട്ട് real കയറ്റിയില്ല. finicky when we don't leave it in the right place. Oh, hell. ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു ട്രക്കല്ല ആ ഒരു Oh, കാർ good, Franklin. പാർക്ക് ചെയ്യണം. Unhook that ഓക്കെ, thing. ഇവിടെ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. I'll ഓക്കെ, see you on the അതൊന്ന് block. പാർക്ക് ചെയ്തു. Anything you നമുക്ക് need, എന്തായാലും വെഹിക്കിളിൽ you നിന്ന് holler at ഇറങ്ങാം. me. Now, അപ്പോൾ where ഈ is ഒരു that മിഷൻ fool? പാസ്ഡ് ആയിട്ടുണ്ട്. പുതിയൊരു മിഷൻ അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ടോണിയ എന്ന് പറയുന്ന ആ ഒരു ലേഡീൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോണ്ടാക്ട് നമ്പർ. ഇനി നമുക്ക് അടുത്ത മിഷനിലോട്ട് പോയി. ഇവിടെ ആയിട്ട് വേറെ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഈ ഒരു മൈക്കിൾ എന്ന് പറയുന്ന ടാസ്ക് പോയി ചെയ്യാം. ഓക്കെ, നമ്മൾ മൈക്കിൾ എന്ന് പറയുന്ന ടാസ്ക് ചെയ്യാനായിട്ട് എന്താണ് മൈക്കിളിനെ കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയിൽ ഇറങ്ങാം. നമുക്ക് അകത്ത് കയറാം. Man, മാരേജ് കൗൺസിലിംഗ് എന്നാണ് ഈ ഒരു മിഷന്റെ പേര്. എന്താണത്? ഓക്കെ, മൈക്കിൾ ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഷട്ടിലിൻ്റെ ആ ഒരു 2 ബാറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. മൈക്കിള് ഡൗട്ട് അടിച്ചിട്ട് അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. my house. Fuck you, Michael. Go away. ഓക്കെ, അമ്മ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരുത്തൻ്റെ കാർ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. ടെന്നീസ് കോച്ച് രണ്ടുപേരും കൂടെ റൂമിൻ്റെ അകത്ത് കയറി ഇരിക്കുകയായിരുന്നു. മൈക്കിളിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇറങ്ങി ഓടി. നമ്മളെന്തായാലും അവനെ പോയി പിടിക്കണം. ആദ്യം റെഡ് കാറാണ്. നമുക്കെന്തായാലും അവനെ പോയി പിടിക്കാം. അവന് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കാറിന് അത്ര സ്പീഡില്ല. Look, man. ഇടക്കുന്ന ഓരോരോ You കാറ് be kind of reckless, homie. അവൻ You ain't gonna make a fool of me. അവൻ പോയി നമുക്കെന്തായാലും അവൻ്റെ വീട് എവിടെയാണെന്ന് അറിയാം. അങ്ങോട്ട് പോയാലോ? I ain't gonna let him get away. ഞാനിപ്പോൾ അതാണ് വിചാരിക്കുന്നത്. അവൻ്റെ Fuck, വീട്ടിൽ man, I think he lost his ass. You let us somewhere up in the head. We'll find him. കാർ ഓടിച്ചിട്ട്
കാണാന്. ഓക്കെ, എൻ്റെ വീടിൻ്റെ പേരെന്തോ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ തന്നെയാണ് അവൻ്റെ വീട്. അവനെന്തായാലും അങ്ങോട്ട് പോകാനേ ചാൻസ് ഉള്ളു. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ കാർ അവിടെ കിടപ്പുണ്ട്. അവനല്ലേടാ, അത് ആ മൂളി നിൽക്കുന്നവനാണ് ടെന്നീസ് കോച്ച്. എന്തായാലും അവനിട്ടുള്ള പണി കൊടുക്കാം. നമ്മൾ നൈസായിട്ട് അവൻ്റെ വീട് അങ്ങോട്ട് പൊളിക്കാൻ പോവാണ്. ബാക്കി കയറിരിപ്പുണ്ട്. നമ്മൾ ഈ കയറ് വെച്ച് കെട്ടി വലിക്കാൻ പോവാണ് ആ ഒരു കമ്പിയിൽ. കയറ് കൊണ്ട് അവിടെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. വലിക്കാൻ പോകണം, വലിച്ചങ്ങോട്ട് പൊട്ടിക്കുക. ഓക്കെ, വണ്ടി കയറാം. വലിക്കാം. വീടിന്ന് വലിച്ച് പൊട്ടിക്കോ. എൻ്റെ മോനെ കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ അവിടെ വലിയാൻ. അങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീട് പൊട്ടി തറയിൽ വീഴും. ഓക്കെ, ഇത്രയും കൂടെ ഉള്ളു. വലിയതിനൊക്കെ നല്ല വില ഉണ്ട്. നോക്കാം മാക്സിമം. ഓക്കെ, എനിക്ക് മോനെ വീട് ഫുള്ളായിട്ട് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവനെ ബാക്കിൽ കൂടെ ഇറങ്ങി കാണും. എൻ്റെ മോന് കുറെ പലകളൊക്കെ ഒന്ന് വീണിട്ടുണ്ട്. എൻ്റെ മോനെ മൈക്കിൾ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. അവൻ്റെ വീടിൻ്റെ പകുതിയും പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി മൈക്കിളിന്റെ ഹൗസിലോട്ട് അങ്ങ് പോവാം. അപ്പൊ എന്തായാലും നമ്മൾ മൈക്കിളിന്റെ ഹൗസ് എത്തിയതിനു ശേഷം കാണാം. ഓക്കെ, നമ്മളെ ആരും ഇങ്ങനെ വിളിച്ചിട്ട് എന്തോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവൻ്റെ ആൾക്കാരായിരിക്കും. അവന് വലിയ പിടിപാടുണ്ടെന്നാണ് തോന്നുന്നത്. ആരും ഇത് അവളുടെ അല്ലേടാ. ഇവിടെ മാറ്റി മദ്രാസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോനെ അവൻ്റെ ആൾക്കാർ പുറകെ വരുന്ന നോക്കി നല്ല വെടി കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അകത്ത് കയറി അമ്മക്ക് എൻ്റെ മോൻ വണ്ടി കയറുന്നില്ല. തിരിച്ചെടുത്തിട്ടുണ്ട്. ഇറങ്ങിയ വെടിയൊക്കെ മാറ്റി മദ്രാസിന്റെ ആൾക്കാരാണ്. ഫ്രാങ്ക്ലിൻ എടുക്കാൻ നൈസായിട്ട്. ഫ്രാങ്ക്ലിൻ്റെ നല്ല ഗണ്ണുണ്ട്, ഷോട്ട് ഗൺ ഉണ്ട്. ഒരുത്തം പടകായി. ഇത് ബാക്കിൽ ഒരുത്തനുണ്ട്. അവനെ നൈസായിട്ട് അടിക്കാൻ നോക്കാം. അവൻ്റെ കാലിൻ്റെ എൻ്റെ മോനെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇവിടെ എന്താന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും രണ്ടുപേരും കൂടെ വീടിനകത്ത് കയറുന്നുണ്ട്. Shit, pulling houses off the hillside sure has a weird way of fucking with people. Yeah, well, I thought I was through with all that shit. എന്തായാലും ഞാൻ നൈസായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മിഷൻ പാസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു മിഷൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരേജ് കൗൺസിലിംഗ് എന്നായിരുന്നു. ആ ഒരു മിഷൻ കഴിഞ്ഞു. Hello. Is this still the number from Lester Crest? Who's asking? Who's asking? You're awful cagey. ഓക്കെ, നമ്മളാരും വിളിക്കുന്നുണ്ട്. എന്ത് ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. പേര് പറഞ്ഞ ലെസ്റ്റർ എന്നാണ്. ഓക്കെ, ആ ഒരു ലെസ്റ്റർ എന്ന് പറയുന്ന ആൾക്ക് മൈക്കിളിന്റെ പേരൊക്കെ അറിയാം. ഓക്കെ, മൈക്കിൾ ഫ്രണ്ട് ആവാന്നാണ് ചോദിക്കുന്നത് തോന്നുന്നു. ഓക്കെ, നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ പുതിയൊരു ആളാണ് ലെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഒരു മിഷൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു മിഷൻ പോയി ചെയ്യാം. ഓക്കെ, ഇവിടെ ആയിട്ടാണ് ആ ഒരു മിഷൻ. ലെസ്റ്റർ എന്നാണ് പേര്. സൈഡിൽ കാണാവുന്നതാണ് ലെസ്റ്റർ. വേറെയും കുറേ മിഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ലെസ്റ്റർ ചെയ്യണോ ഇല്ല ഇതൊക്കെ ചെയ്യണോ? നമുക്ക് ഇതൊക്കെ ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് ലെസ്റ്റർ ചെയ്യാം. സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫ്രീക്സ് മൈക്കിളിൻ്റെ ഒരു മിഷനാണ്. നമുക്ക് എന്തായാലും അത് പോയി ചെയ്യാം. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് ഒരു പേഴ്സ് മോഷ്ടിച്ചിട്ട് ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് അവനെ പോയി ഇടിച്ചിട്ടാലോ. നമുക്ക്
എന്തായാലും അവനെ പിടിച്ചിടാം. ഓ ഇവൻ എന്തുവാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എത്രയാണെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ്റെ മുകളിൽ കൂടെ ഞാൻ കാർ കയറ്റി അടച്ചിട്ടുണ്ട്. എൻ്റെ മോന് സീനാവോന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു പേഴ്സ് നൈസായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൽ ഓണറിൻ്റെ കൈ കൊണ്ട് കൊടുക്കാം. ഓക്കെ, $500. അപ്പോൾ എന്തായാലും ഓണറിൻ്റെ കൈ കൊണ്ട് കൊടുക്കാം. ഓണർ ഇവിടെ എവിടെ നിൽപ്പുണ്ടായിരുന്നു. Hi. ഇതാണ് നമ്മുടെ ഓണർ. കൊടുത്തിട്ടുണ്ട്. ഓക്കെ, $50 നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. $500 നല്ല സ്ത്രീയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകണം. I'm starting to think there are no good കസേര ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയാളാണ്. ജീൻസിലൊക്കെ വെള്ളമായി. ഇയാൾ തന്നെയാണ്. ഇയാൾ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടപ്പോൾ എന്തേലും ആവട്ടെ. Straight to heaven. That this state makes illegal. എന്തോ പറയുന്നുണ്ട്. This is what I'm talking. I don't give a fuck about. നമുക്ക് എന്തായാലും അതിനനുസരിച്ച് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, കിൽ ദ ഏലിയൻസ്. ഇതെന്താണ്? നമ്മുടെ മിഷീൻ കണ്ടോ? മിഷീൻ കണ്ടുണ്ടെങ്കിൽ നമുക്ക് ആരാണെങ്കിലും കൊല്ലണം. എനിക്ക് തോന്നുന്നത് 100 ഉണ്ടാവില്ല. 100 ഡാമാണ് കേസിൻ്റെ മിഷീൻ കണ്ടിന്. നമ്മളെല്ലാവരും വെടിവെച്ച് കയറുവാണ്. മോൻ സെറ്റാണ്. വെടിവെക്കുന്ന നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. വെടിവെച്ച് കയറിയാൽ മണലൊക്കെ വെടിവെച്ച് പൊട്ടിക്കുകയാണ്. ബാക്കിൽ വന്നിട്ടുണ്ട്. എന്താണ് ഏലിയൻസ് പവറൊക്കെ ഉള്ള എന്താണ് എനിക്ക് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ചുമ്മാ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്നിട്ട് തോന്നി ഇവിടെ ഈ സമയത്ത് വല്ല ഏലിയൻസ് എല്ലാം വരുമായിരിക്കും. എന്താണ് ഏലിയൻസ് ഒക്കെ റിയലാണ്? എനിക്കറിയത്തില്ല. മാരെ കളിക്കാം. മൈക്കിളിന്റെ ഷൂട്ടിംഗ് റേറ്റ് 180 എൻ്റെ മോൻ അവനിപ്പോൾ നമ്മളെ പിടിച്ചേനെ. നമ്മൾ എന്തോ ഭാഗ്യത്തിന് രക്ഷയുണ്ട്. ഞാൻ വിചാരിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഓടി വരുന്നതാണ്. നമ്മൾ സ്പോണാക്കലാണ്. ഓക്കെ, തീർന്നു. പെട്ടെന്നായിരുന്നു. കൊള്ളാം. വിഷയം കണ്ട് ഉപയോഗിക്കാൻ പറ്റും. അത് അൺലിമിറ്റഡ് ഉണ്ട്. തീർന്നു. ഇതെന്താണ് വെളുത്ത വെട്ടം. ഓക്കെ, ഓൾമോസ്റ്റ് തീർന്നത്. ഇയാളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മിഷൻ തീർന്നു. വല്ലാത്തൊരു മിഷനായിരുന്നു. മിഷൻ പാസ്. ഗ്രാസ് റൂട്ട്സ് മൈക്കിൾ. ഓക്കെ, മൈക്കിളിൻ്റെ ഗ്രാസ് റൂട്ട്സ് എന്ന് പറയുന്നൊരു മിഷനായിരുന്നു. അതങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഏത് ചെയ്യണം? ഇവിടെ ഒരു സ്ട്രെങ്സ് ആൻഡ് ഫിക്സ് ഉണ്ട്. ഇവിടെ വേറെ എന്തുകൊണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ട്. അതും വേണ്ട. നമുക്ക് ഇനി എന്തായാലും ലെസ്റ്ററിൻ്റെ ടാസ്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലെസ്റ്ററിൻ്റെ വീട്. ഇതാണ് ലെസ്റ്ററിൻ്റെ വീട്. ഇവിടെ എത്തിയിട്ട് പട്ടിയൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ. ഓക്കെ, കൊട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തോ ക്യാമറ ഉണ്ട്. കേസ് ഇപ്പോൾ മൈക്കിൾ ഒരു സംഭവം കാണിച്ചു. എന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇതാണ് ലെസ്റ്റർ. ഇരിക്കുന്നൊരു ചെറുക്കനാണ്. ചെറുക്കനല്ല, സോറി, വയസ്സായ വ്യക്തിയാണ്. ഫ്രണ്ട് റിക്വസ്റ്റ് എന്നാണ് ഈ ഒരു മിഷന്റെ പേര്. ഓക്കെ, നമുക്ക് നല്ലതിനനുസരിച്ച് സ്കിപ്പ് ചെയ്തേക്കാം. നമുക്ക് ലൈഫ് ഇൻവെൻറ്റർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പോകണം. അവിടെ പോയിട്ട് ഒരുത്തനുണ്ട് കേസ്. ലെസ്റ്ററായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാളാണ്. അതുകൊണ്ട്
അവൻ്റെ ഫോണിൽ നമ്മളെന്തോ ഒരു ബോംബ് പോലെ എന്തോ ഒരു സംഭവം ഫിറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അവിടെ പുതിയതായിട്ടൊരു എംപ്ലോയ്മെൻറ്റിനെ പോലെ ഇങ്ങനെ ഒരു പുതിയ ജോലിക്കായിട്ട് പോകുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് ഇവിടുന്ന് ഒരു കാർ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് ഇടണം ഗൈസ്. ഡ്രസ്സ് വാങ്ങാൻ പോകണം ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സ് ഷോപ്പിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ നമ്മൾ ഡ്രസ് ഷോപ്പിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഡ്രസ് ഷോപ്പ് വരുന്നത്. ഇതാണ് സുബൂർബാൻ. ഓക്കെ, നല്ല പേര്. ഓക്കെ, എന്തായാലും നമുക്ക് അകത്ത് കയറാം. ഇവിടെ നമുക്ക് ഇവിടെ നിന്നൊരു ഇത് എടുക്കണം, അവിടെ നിന്ന് ഷോർട്സ് എടുക്കണം. സ്കിപ്പ് ചെയ്തേക്കാം, നമുക്ക് സംസാരിക്കുന്നതാണ്. ഇവിടുന്ന് ഫസ്റ്റ് നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാം. നല്ല നോക്കിയെടുക്കാം, കാശ് കൊടുത്ത് വാങ്ങുന്നില്ല, അപ്പം നല്ല നോക്കിയിടും. ഓക്കെ, ഇത് കൊള്ളാം, അതെടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഷോർട്സ് ആണ് എടുക്കേണ്ടത്. ഇതിന് ചേരുന്ന വൈറ്റ് കാർഗോ സ്പോർട്സ് ആണ്. ഓക്കെ, അതങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ലൈഫ് ഇൻവെന്റർ ഓഫീസിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വന്ന ഡോമിനേറ്ററിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈഫ് ഇൻവെന്റർ ഓഫീസിലെത്തിയതിന് ശേഷം കാണാം. ഓക്കെ, നമ്മളങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്ക് എൻട്രൻസിൽ കൂടെ കയറാം. ഓക്കെ, ലൈഫ് ഇൻവെന്റർ നമുക്ക് എഴുതി വെച്ച് എഴുതുന്നൊരു ബോർഡുണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ഇതിനകത്ത് കയറി. ഫോളോ ദ പ്രോഗ്രാമർ. ഓക്കെ, ഇവന് ഇവിടുത്തെ ഒരു പ്രോഗ്രാമറാണ്. ഇവനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇവനെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ കണ്ടില്ലേ അവ ഷോർട്സ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു ഷോർട്സ് ഇതൊക്കെ വാങ്ങിയിട്ട് പോകാൻ പറഞ്ഞത് നമ്മുടെ ലെസ്റ്ററിൽ. ഓക്കെ, ഇതൊക്കെ ഇവിടെ വന്നേക്കുന്ന ആൾക്കാരാണ് ഓരോരോ ആവശ്യത്തിന്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു സംഭവം റെഡിയാക്കാനാണ്. നമുക്ക് നൈസായിട്ട് റെഡിയാക്കാം. ഞാനങ്ങനെ ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന കാണിക്കുന്നില്ല, കാരണം അതിൽ ഇത്തിരി കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കാത്തത്. അതെങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു കമ്പ്യൂട്ടറിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വിട്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പ്രോട്ടോടൈപ്പ് എന്തോ ഫോണിന് പോലത്തെ ഒരു സംഭവമാണ്. നമുക്ക് അവിടെ കൊണ്ടുപോയി ഒരു ബോംബ് സെറ്റ് ചെയ്യണം. ഓക്കെ, ഈ സൂട്ട് കേസിൻ്റെ അകത്താണ് ഉള്ളത്. നമ്മളിവിടെ വന്നിരിക്കുന്ന വേറെ എന്തൊരു പണി തന്നെയാണ്. നമ്മളത് ചെയ്യാതെ ഒരു സംഭവം ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു കുഞ്ഞു സംഭവം അതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അത് സെറ്റ് ചെയ്തു. നമ്മൾ അതുപോലെ തന്നെ അടച്ചു വെച്ചു. തിരിച്ചു പോവാം. ഓക്കെ, എക്സിറ്റ് ദ ബിൽഡിംഗ്. അയ്യോ ഗൈസ്, നമ്മൾ ബാഗ് എടുത്തില്ല. കുഴപ്പമില്ല, ഇനി തിരിച്ച് പോയാൽ അവന്മാർ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് വേണ്ട, തിരിച്ച് പോകണ്ട. നമുക്ക് എന്തായാലും അല്ലാതെ തന്നെ നേരെ പോവാം. Some a-hole drank my effing hot milk. There was a totally non-passive-aggressive note on it. ഓക്കെ ഗൈസ്, ഇപ്പോൾ പറയുന്നത് നമ്മുടെ മൈക്കിളിൻ്റെ ഹൗസിലോട്ട് പോകാനാണ്. നമ്മൾ വെളിയിൽ ഇറങ്ങിയ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ നമ്മളിവിടെ ഒരു ഡോമിനായിട്ട് പാർക്ക് ചെയ്തായിരുന്നു. ഓക്കെ, ലെസ്റ്ററിനെ എന്തായാലും വിളിക്കുകയാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം ഇവിടെ ഓക്കെ ആണെന്ന് പറയാം. Lester, the thing's in the prototype. I'm going home to watch the keynote. പ്രോട്ടോടൈപ്പ് അവിടെ വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നൈസായിട്ട് ഈ ഒരു വണ്ടി എടുത്തിട്ട് പോയി കൊള്ളാം ഗൈസ്. Are you playing that game? Yeah, sorry, the phone is rigged. Now, what's your problem? You don't like shooters? They're all the same. Besides, you know me. I'm a movie guy. Classic Vinewood. Classic Vinewood ended 30 years ago. Now it's just superheroes, romantic comedies, and remakes, none of which interest me. Hey, I believe this country can still make interesting movies. There's no better way to define American life than a 2-hour plot in which the hero looks good and defeats evil. Whatever you say, enjoy yesterday. Anyway, just call the... ഓക്കെ ഗൈസ്,
ലെസ്റ്റർ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ എന്തായാലും നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് നമുക്കെന്തായാലും ഇനി വീട്ടിൽ കയറിയിട്ട് TV വെക്കണം. TV-ലിപ്പോൾ ഒരു ലൈവ് സ്ട്രീം പോകുന്നുണ്ടായിരിക്കും, നമുക്കത് പോയി കാണണം ഗൈസ്. അവൻ ആ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ബോംബ് അങ്ങോട്ട് പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു കോൾ ചെയ്താൽ മതി, അവിടെ പൊട്ടുന്നതായിരിക്കും. ഓക്കെ, ട്രേസ് ഇവിടെ TV കണ്ടോണ്ടിരിക്കുകയാണ്, നമുക്ക് നൈസായിട്ട് മാറ്റാം. ഓക്കെ, തട്ടിപ്പറിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്, നമുക്ക് ഷോ മാറ്റാം. ഓക്കെ, ഇത് തന്നെ ഗൈസ്, ലൈഫിന് വേണ്ടി കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവനെയാണ് നമുക്ക് തീർക്കേണ്ടത്. ജയ് നോറിസ് ഫുൾ ഔട്ട് പ്രോട്ടോടൈപ്പ് ഫോൺ. ഓക്കെ, ഇവൻ്റെ പേരെന്ന് പറയുന്നത് ജയ് നോറിസ് എന്നാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവൻ ഒരു പ്രോട്ടോടൈപ്പ് എടുക്കുന്നത് വരെ. നമുക്കെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അവൻ അങ്ങനെ മൊബൈൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ആ ഒരു പ്രോട്ടോടൈപ്പ് ഫോണ്. നമുക്കെന്തായാലും ഇവന് ഇപ്പോൾ കോൾ ചെയ്താലോ, ഇപ്പോഴാണെന്ന് നോക്കി. നമുക്കെന്തായാലും ഫോൺ എടുക്കാം. ഓക്കെ, ജയ് നോറിസ് നമുക്കെന്തായാലും കോൾ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. അവനെന്തായാലും അറ്റൻഡ് ചെയ്യട്ടെ. ഇപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. സീൻ. ഓക്കെ, ലൈവ് അങ്ങനെ കട്ടാക്കിയിട്ടുണ്ട്, സിഗ്നൽ ലോസ് കാണിക്കുന്നുണ്ട്. റീസെറ്റ് സ്റ്റാർട്ട്സ് ഇൻ 2 seconds 1 second. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. അവന് ഒന്നെങ്കിൽ അവൻ മരിക്കും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമായിരിക്കും ഗൈസ്. അങ്ങനെ ഈ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു മിഷൻ്റെ പേര് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് തന്നെയായിരുന്നു, അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡ്രസ് ഷോപ്പ് അൺലോക്ക് ആയിട്ടുണ്ട്. ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ലെസ്റ്ററിനെ കോൾ ചെയ്യുന്നുണ്ട് മൈക്കിൾ. ഓക്കെ, ലെസ്റ്റർ ചിരിക്കുകയാണ്. I'm watching the markets. I'll be trading pure alpha till close. All right. Hey, about that other thing. You know, the score. Oh, yeah, absolutely. Let's do it. Put on a suit, look somewhat professional, and meet me at my warehouse off the LS freeway. Oh, and I'm about to email you a link for the exchange. You can put in some trades of your own. I'm trying to stay off the day trading. Maybe I'll take a look. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ ഒരു ടാസ്കിൻ്റെത് അല്ല ഒരു മിഷൻ്റെത് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി റോബറിയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിക്കാം ഗൈസ്, അറിയാത്തവർക്ക് വേണ്ടി, കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ കാണിക്കാം. കണ്ടവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഈ ഒരു മിഷൻ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ പോവാം. ഇവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിന് തന്നെ ബെഡ്റൂമിലോട്ട് പോവാം. മൈക്കിളിൻ്റെ ബെഡ്റൂം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ ബെഡ്റൂം. ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു കോട്ട് സൂട്ട് ഇടണം ഗൈസ്, നല്ലൊരു കോട്ട് സൂട്ടും ഔട്ട്ഫിറ്റ്സ് എടുക്കുക, ഇങ്ങനെ നോക്കുക. ഓക്കെ, ഇതിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ സൂട്ട്സിൽ പോയിട്ട് ഫുൾ സൂട്ട് വല്ലതും ഉണ്ടോ നോക്കുക. അതെ, ഇതൊക്കെയാണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ഇടാം. ഞാൻ എന്തായാലും ഇത് ഗ്രേ സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോവാം. ഇനി നമ്മൾ ലെസ്റ്റർ എന്ന് പറയുന്ന അടുത്തൊരു ടാസ്കിലോട്ട് പോകണം. അത് ജ്വല്ലറി റോബറിയാണ്, നല്ല രസമുള്ളൊരു ടാസ്ക്കാണ്. നമുക്ക് എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ലെസ്റ്ററിൻ്റെ ഒരു ഒളിത്താവളം എന്നൊക്കെ പറയാം. ലെസ്റ്റർ ഒരു തയ്ക്കുന്ന ആളാണ്, അപ്പോൾ ഇവിടെ ഒരു കമ്പനി ആണെങ്കിൽ ഇങ്ങനെ ചുമ്മാ കളതരമൊക്കെ കാണിച്ച് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫുള്ളി ഒരു ബാങ്ക് റോബറി അല്ല, അതിൻ്റെ ഒരു പ്ലാനിങ് മാത്രമാണ്. ജ്വല്ലറി റോബറി ചെയ്യാൻ ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ റോക്ക് ഫോർഡ് ഹിൽസിലോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കണം. ആ ഒരു ജ്വല്ലറിയിൽ എന്തൊക്കെയുണ്ട്, ക്യാമറാസ് ഒക്കെ എവിടെയുണ്ട്, അതെല്ലാം തന്നെ നമുക്ക് നോക്കണം. എന്നിട്ട് നമുക്ക് ലെസ്റ്ററിന് ഫോട്ടോ അയച്ചു കൊടുക്കണം. ഇപ്പോൾ മൈക്കിള് എന്താണ് ഒരു കണ്ണാടി വെച്ചിട്ടൊരു സംഭവമാണ്, അത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്തായാലും ജ്വല്ലറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മൈക്കിൾ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ കണ്ട നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 ബട്ടൺസ് ഉണ്ടല്ലോ ലെഫ്റ്റിൽ, അതിൽ റൈറ്റ് ബട്ടൺ കുത്തുമ്പോഴേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് മോഡേൺ ആയിട്ട് ആക്കാം, സൂം ഔട്ട് ആക്കാം, ടേക്ക് ഫോട്ടോ ഇങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതൊന്നും അവർക്ക് മനസ്സിലാവത്തില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ എന്തായാലും ജ്വല്ലറിയിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ നല്ല കൂടിയ ആൾക്കാരൊക്കെയാണ് വരുന്നത്. ഓക്കെ, യൂസ് ഗ്ലാസസ് ടു ടേക്ക് പിക്ചേഴ്സ്. ഓക്കെ, നമുക്ക് എടുക്കേണ്ട ചുമ്മാ ഉള്ള പിക്ചേഴ്സ് അല്ല, നമ്മുടെ ക്യാമറാൻ്റെ പിക്ചേഴ്സാണ്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു പിക്ചർ ഡിസൈൻ ചെയ്ത് എടുക്കാം. ഓക്കെ, അതൊക്കെ അടുത്ത ക്യാമറ ഇവിടെ. ഓക്കെ, നമുക്ക് പിന്നെ എയർ വെന്റിൻ്റെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കണം. Alright, what do we got here? Surveillance and ventilation. Now all I'm after is the alarm. Come on, we need a shot of the alarm console. The keypad and we're done. നമുക്ക് ഇവിടെ ഒരു കീപാഡ് ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. കണ്ടില്ല, ഇവിടത്തെ ഒരു A shot ഫോട്ടോ of the alarms എടുത്ത് come through. Good work. Now speak to the assistant and see if there's anything else we need to know. ഇത് എല്ലാം തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കൂടെ എടുത്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവരോട് കുറച്ച് സംസാരിക്കാം. I need to pick up a little ഞാൻ something. എന്തായാലും നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഗെറ്റ് ബാക്ക് ഇൻ യുവർ കാർ എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കാറിലോട്ട് പോവാം. അവിടെ ലെസ്റ്റർ ഇരിപ്പുണ്ട്. See where the ventilation comes out. നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഗ്ലാസിൻ്റെ പരിപാടി ചെയ്തേക്കുന്നത്. ഇത് ലെസ്റ്റർ എവിടുന്നോ ഒപ്പിച്ചുകൊണ്ട് വന്ന സംഭവമാണ്. നമുക്ക് എന്തായാലും ഇനി വേണ്ടത് Drive us around the block. ആ ഒരു We gotta find a way വെന്റിലേഷൻ്റെ up to the ഓപ്പൺ roof. ആണ്. ഓക്കെ, ഫൈൻഡ് ആക്സസ് ടു റൂഫ് ടോപ്പ് പോയിന്റ്. അതിൻ്റെ ആക്സസ് എനിക്കറിയാം, ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളത്. Look, there. Some construction. തന്നെ If they're gunning the place, ഇറങ്ങിയിട്ട് I might be able to get to the roof. ഇതിൻ്റെ മുകളിൽ പോവുക. ഗണ്ണ് പിടിക്കാം. So you keep up with the old crew? You know, after your death/disappearance, there wasn't much holding us together. ഓക്കെ, നമുക്ക് എന്തെങ്കിലും I saw ലാഡർ him വഴി climb up മുകളിൽ and see if കയറാം. we can get to the roof. Yeah. You see him at all? After the incident? I kept tabs on him for a while. Needed to know that he didn't അയ്യോ, blame ഇവിടെ me. എന്തോ where'd he go? കയറിയ പോലെ തന്നെ North, ഇറങ്ങി. south, east, west, wherever there were liquor stores to turn over and hitchhikers to disappear. Where did they bury him? ഓക്കെ, I'm on the roof. നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. All right, use the glasses to get me a shot of Angelico's roof unit. It'll be right above the store. ഓക്കെ, ഇതാണ് നമ്മുടെ റൂഫ്. നമുക്ക് ഇങ്ങോട്ട് പോകാനായിട്ട്. ഓ, എൻ്റെ മോനെ ഞാൻ വെടി വെച്ചപ്പോൾ എല്ലാവരും പേടിച്ചു. Not as far as I know. He's probably a John Doe then, right? What do you think? Very high point road. OD, shootout, maybe just a car crash, right? Anonymous charred remains on the highway. They only knew what a sick puppy they had on their hands. ഇവിടെ മാറി. ഇതാണ് Hey, I see the vents. Yeah, I'm looking at the relay. Can you get any higher? ഓക്കെ, I've ഹൈ pulled up a പോയിന്റ് പോയി satellite നിൽക്കണം. image. It looks like the highest point is on the northwest side. Get a shot from there. ഓക്കെ, ഇതിന് മുകളിൽ കയറിയേക്കാം. വാൻറ്റേജ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ വൃത്തിക്ക് കാണാം. ഇവിടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തേക്കാം നമുക്ക്. That's the shot. You've covered the vents on the roof now. Okay, that'll do. Now come back to me before someone spots you up there. Will do. അയ്യോ, എന്തുവാടാ ഇത്? ചാടുന്നുണ്ട്. നൈസായിട്ട് താഴോട്ടൊക്കെ ഇങ്ങനെ വീഴാൻ പോവുകയാണ്. Let's hurry this up, Michael. ഓക്കെ, നമ്മൾ തറയിലെത്തി. ഇനി നമുക്ക് Here, take your നമ്മുടെ glasses back. ലെസ്റ്ററിന്റെ നേരത്തെ ആ ഒരു തയ്യക്കട ആ ഒരു സ്ഥലത്തോട്ട് തന്നെ തിരിച്ചങ്ങ് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു ഗാർമെന്റ് ഫാക്ടറി ഇവിടെ എത്തി. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് പ്ലാനൊക്കെ സെറ്റ് ചെയ്യണം. അത് ഇപ്പൊ തന്നെ ആണോന്ന് അറിയത്തില്ല. ഓക്കെ, അത് ഇപ്പൊ There's two തന്നെ ways പ്ലാൻ I സെറ്റ് see of doing ചെയ്യാണ്. this. We go in smart, or we get. CCTV-ന്റെ സംഭവം. Remember the എല്ലാം vents? If we're ഇവിടെ gonna be smart, a hacker can disable the cameras.
The exit strategy. ഒരു വെന്റിലേഷൻ. So how do you want to do this? Run into the front door or try to play it smart? സ്മാർട്ട് ചെയ്യണോ ലൗഡ് ചെയ്യണോ? കുറച്ചും കൂടെ നല്ലത് ലൗഡ് ആയിരിക്കും. എനിക്ക് അതാണ് ഇഷ്ടം, സ്മാർട്ട് വർക്ക്. ഇത് എനിക്ക് തോന്നുന്നു ഒരു വെന്റിലേഷനിൽ ഒരു സ്മോക്ക് ഗ്രനേഡ് ഇട്ട് പുകയ്ക്കാനായിരിക്കും പ്ലാൻ. നമുക്ക് ലൗഡ് മതി. Some things never change. ഒരു ഡ്രൈവറിനെ വേണോ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവനാണ് നല്ലത്. Eddie Cho. Yeah, you can count on him. Guns. Yeah, it might be hot and heavy in there. This guy will keep it from going bad. Gus Moda. He's a pro. Not much else to say. Hacker. Back office, but this is the person who will determine how long you get inside. Harris. Good. Feminine touch. This should be a... If this is how you want to do... Okay, I'll look into how you can find a tag team and get their weapon. Yes. Good. Plan ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മിഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ മിഷൻസ് ഉണ്ട്. നമുക്ക് ഹീസ്റ്റ് സെറ്റപ്പ് HS എന്ന് പറയുന്ന മിഷൻസ് ഒക്കെ വരുമായിരിക്കും. ഓക്കെ, ഫ്രാങ്ക്ലിൻ കോൾ ചെയ്യാണ്. ഞാനല്ല. Hey man, it's me, Michael. Listen, I gotta get hold of the money for that house we pulled down. So, well, I'm getting a crew together for, you can guess. The pay will be awful and the risk will be high. But you might learn something if you're interested. Man, that's not exactly a great sales pitch, dog, but I guess I gotta start somewhere. Thank you. Maybe one day you could put together your own deals, your own jobs. So, there's still some preparation I gotta do. Sit tight for a while. My buddy Lester will get in touch with the details. ഓക്കെ ഗൈസ്, എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കെന്തായാലും വേറെ വല്ല മിഷൻസ് ഇപ്പോൾ ചെയ്യാം. നമുക്ക് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു മിഷനാണ്, നമുക്ക് അത് നൈസായിട്ട് ചെയ്യാം. ക്യാമറ ഇത്തിരി അനങ്ങിയിട്ടുണ്ട്, ഞാൻ ക്യാമറ ഒന്ന് നേരെ ആക്കട്ടെ. ഓക്കെ ഗൈസ്, ഇങ്ങോട്ടൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് നൈസായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, റിക്കിയാണ്, ലൈഫ് ഇൻവെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. I have no idea what you're talking about, pal. What you do is your business, bro. Anyway, Jay really got a big head once people started calling him a god. Guess you proved he wasn't one. They reintegrated my team in Burundi after the design got signed off. And now, my shares ain't worth dick. Sorry about that. I need work, and I thought maybe you could provide. I mean, I'm smart enough to track you down, aren't I? I guess you are. Hey, I'll be in touch if anything comes up. ഓക്കെ, റിക്കി വിളിച്ചിട്ട് എന്തോ പറഞ്ഞു, എന്താണെന്ന് മനസ്സിലായി. ഹീസ്റ്റ് ക്രൂ മെമ്പർ റിക്കി ലൂക്സ് അൺലോക്ക്ഡ്. ഓക്കെ, ഹീസ്റ്റ് ചെയ്യാനൊക്കെ ഇനി ഇവനും കാണും കേസ്. റിക്കി എന്ന് പറയുന്ന ഈ ഒരു ആളും കാണുന്നതാണ്. അപ്പോൾ ഇനിയും കുറേ ഹീസ്റ്റൊക്കെ കാണും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തായാലും നൈസായിട്ട് ഫ്രാങ്ക്ലിനെ എടുക്കാം. ഫ്രാങ്ക്ലിനെ എടുത്ത് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ടാസ്ക് ചെയ്യാം. മെഷീൻ ടാസ്ക് അല്ല, മെഷീനാണ് മെഷീൻ. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നമുക്കെന്തായാലും വീട്ടിലോട്ട് പോവാം. എന്റെ മോൻ ഇതെന്താണിത്? കുറെ ഗേൾസ്. എനിക്ക് തോന്നുന്നു ഫ്രാങ്ക്ലിന്റെ ഗേൾ ഫ്രണ്ടും കൂട്ടുകാരികളൊക്കെയാണ് ജോഗിങ്ങിനൊക്കെ പോവാണെന്ന് തോന്നുന്നു. ഒന്നും സ്കിപ്പ് ചെയ്തേക്കാം. ലാമറും പിന്നെ ഒരു പട്ടിയുണ്ട്. ഈ പട്ടിന്റെ പേര് ചോപ്പെന്നാണ്. ഈ ഒരു മിഷന് അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. ഓക്കെ, ലാമറിന് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഫോളോ ചെയ്ത് പോവാം. My aunt will be very happy, homie. She wants me dead anyway so she can get the fucking out. I told you to quit talking shit about your auntie Loco. That's my get. I'm just fucking with you. I'm just fucking with you. You got the wheel, homie. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു വാനിൽ കയറാനാണ് പറയുന്നത്. നമുക്ക് കയറാം. ലാമർ അയാൾ ചോപ്പെന്ന് പറയുന്ന പട്ടീനെ ബാക്കിൽ കയറ്റിയിട്ടുണ്ട്.
വെയിറ്റ് ഫോർ ലാമർ. ഓക്കെ, ലാമറിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. Go up Vinewood ഓക്കെ, Boulevard. വൈൻവുഡ് ബൗൾവാർഡ് അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. Man, I'm carrying. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇടക്കോട്ട് അകത്തോട്ട് കയറാമെന്നാണ് തോന്നുന്നു. Hey, what's up, bro? ഓക്കെ, ഇവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്. എടാ, ഇത് മറ്റേ ഗൈസ്, ഇത് ബെല്ലാസ് ഗാങ്ങിന്റെ ലീഡറും വേറൊരാളുമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇവര് എന്താണ് ഇത് മാസ്ക് ഒക്കെ ഇടുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. Well, shit, how about I put one of these little X pills up your ass crack? Next thing you know, you're gonna be begging for it, bro. What's happening now, D-man? Ain't no fun if the gangsters can't have none. Man, fuck you, Mark. I ain't sharing no ass to CGS. Ain't nobody sharing nothing. Man, shut the hell up, Fuck bitch. you, nigga. Man, fuck എന്തുവാടാ y'all. ഇത്? I ain't there വഴക്കാവുന്ന around these two തോന്നുന്നത് mark ass അറിയത്തില്ല. racist insignia mask wearing motherfuckers. Oh, so what's ഈ up now? ലാമർ ആയിട്ട് ഗണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ലാമർ എന്ത് പറഞ്ഞാലും രണ്ടിന് ഗണ്ണ്. എന്റെ മോനിക്ക് എന്താണ് ബൈക്കൊക്കെ എടുത്തവൻ ഷോ കാണിക്കുന്നത്. ഏടാ, അവൻ പോവാണ്. നമുക്ക് ഓടിപ്പോയി വാൻ എടുക്കാം. വാൻ എടുത്തിട്ടാണ് പുറകെ വിടാം. സമയം വിടത്തില്ല വെറുതെ. ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടില്ല സമയം. He on a bike, man. We ain't gonna catch him. On gangster, we got this. ഓക്കെ, പെട്ടെന്ന് പോവാം. പറ്റുമെങ്കിൽ അവനെ നമുക്കൊന്ന് ഇടിച്ചിടണം കഴിച്ച്. നേരെ ഒരു പച്ച ബൈക്കാരൻ നമ്മൾ ഇടിച്ചിട്ടില്ലേ, അതുപോലെ അവൻ ഇട്ട് നല്ല ഇട്ടി You see കൊടുക്കാൻ yourself, ആഗ്രഹം. Franklin? You's a big black ഈ motherfucker. സൈഡിൽ Nigga, you പോകുന്നതിനാണ് 50 days അവനെ old. കിട്ടുമെന്ന് തോന്നുന്നില്ല. അവന്റെ നല്ലൊരു ബൈക്കാണ്. Come on, homie. Concentrate on the road. എന്ത് സ്പീഡാണ് ഇവന്. Don't get careless, homie. ഞാനാണെ ബൈക്കും അല്ല, ബൈക്കിന് അവനെ കാറൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. Foot down, motherfucker. It's heavy enough already. Shut the fuck up. I know what I'm doing. Don't shoot the homie. ബൈക്കിന് നൈസായിട്ട് പഞ്ചറാക്കാൻ പറ്റും. പിന്നെ പഞ്ചറാക്കാൻ പറ്റും. Man, look at this shit, ഓക്കെ, dog. വീല് പഞ്ചറാക്കി. Chasing another motherfucker on a motorcycle. എടാ, വീല് പഞ്ചറായിട്ട് We അവന്റെ snatching his പോക്ക് dog. We പോയിക്കാണോ. snatching his ass right. Remember the homies around the block? Man, the homies is lame. Yeah, so we അവന്റെ not. ബാക്ക് വീൽ എന്തായാലും പഞ്ചറായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെ പുറകെ പിടിക്കാൻ പറ്റും. Ghetto birds all over the place. Surveillance, my nigga. Watch the van, homie. We need it. ബൈക്കായണ്ട് അവന് നല്ല അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അവരെ ഇടിച്ചിട്ട് ബസ് ഇറങ്ങി പോവുക. Man, hey, Chop, go get that fool. Nigga, you just sitting your ass still with your feet kicked ചോപ്പിനെ up. ഓടിപ്പോയി ഇറക്കാൻ. Come on, Chop. Go bite his ass. Get that motherfucker, Chop. കേടാ, അവന് ആ സമയം കൊണ്ട് ഓടി. ബൈക്ക് എടുത്തിട്ട് ഇടിക്കാൻ നോക്കിയല്ല. ബൈക്ക് എടുക്കാൻ കേടാ. പോടാ പോടാ. ഈ ബസ് എന്തുവാടെ? ബസ്സിന്റെ ബസ് സ്റ്റാൻഡാണോ അതായത്? എന്താടാ അവൻ എവിടെ പോയി? നമുക്ക് എന്തായാലും മാപ്പ് നോക്കി പോവാം. അത് നടക്കത്തുള്ളൂ. ചോപ്പിതൊക്കെ ഇങ്ങനെ Ransom still the same, even if you got a bite taken out your ass. നല്ല നൈസായിട്ട് ഇതങ്ങോട്ട് ഇടിച്ച് പൊളിക്കില്ല. നമ്മളെ ഷോപ്പിന് പോകാൻ പറ്റില്ല. ഓക്കെ, അതങ്ങോട്ട് ഇടിച്ച് പൊളിച്ചിട്ട് ഇനി ഇങ്ങോട്ടാളാ ഇത്ര ഓടിയെന്ന് At least I'm getting to work out. ഓ, എൻ്റെ മോനെ നല്ല ഓട്ടമാണ്. അയ്യോ, ഇതെന്തുവാണിത്? ഫ്രാങ്ക്ലിനെ എന്താണ് ഫ്രാങ്ക്ലിനെ? ചാടി ഓടി എൻ്റെ മോൻ. എടാ, അവൻ നൈസായിട്ട് ട്രെയിൻ കയറടാ. ട്രെയിൻ കയറി. ശ്ശെ, Come on, boy. Find that എന്തായാലും fool. ചോപ്പാണ്. Sneaky little Chop Chop. Leave it to him. ചോപ്പായിട്ട് നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നത് ഇതിനകത്തുണ്ടായിരിക്കും. ഫ്രാങ്ക്ലിനാണ് പറയുന്നത്. ഫ്രാങ്ക്ലിനായി അങ്ങനെ ഇതൊക്കെ തുറന്ന് നോക്കാം. ഇതിനകത്തെല്ലാം Where is he, boy? Come on, where is he? Stop running, dog. Why ain't a motorcycle to this shit? Got a whiff of him, Chop? Get down, bitch. എവിടെയാടാ? We in this together, Chop. അപ്പൊ Let's മണക്കുന്നുണ്ട് go. കേസ്. അവന് മണക്കാനായിട്ട് അറിയാം. റോഡ് വീലർ ആണ്.
ഷോപ്പിന്റെ ഒരു തരം എന്ന് പറഞ്ഞ ഇതെന്താണ്? എവിടെയാണോ തോന്നുന്നത്? Come on, Chop. Come on, boy. പെട്ടെന്ന് ഇത് മണക്കുന്നുണ്ട്. ഇതിന് അവിടെയാണോ? അവൻ ഇടക്കിടക്ക് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. എനിക്ക് അവിടെയാണോ? അവിടെയാണോ? നമുക്ക് അങ്ങോട്ട് പോകണം. Oh, man. ഇതെന്താണ് ഇത്? എനിക്ക് മോൻ Down, boy. എടി ഇതെന്താണ് ഇത്? ചോപ്പ് എനിക്ക് ഇതെന്താണ് ഇത്? ചോപ്പേ ഇപ്പൊ ഇതിനുള്ള Hey, that's a സമയമില്ല. dude, Chop. Ain't gonna fuck anything. Get out that thing, ആ Chop. ചോപ്പേ Filthy ചോപ്പ് വരുന്നില്ലടാ. motherfucker. This ain't time for humping, Chop. എന്താണ് Come ചോപ്പ്? on, man. ഇതൊക്കെ കാണിക്കാനാണോ ഗൈസ്? Lamar sure ain't been പിന്നെ training your കാര്യം ass, has he, boy? Come on, man. എനിക്ക് Back to തോന്നുന്നു business. മനസ്സിലായെന്ന്. Get the bag out. എവിടെയാണ്? ഇതിനകത്താണോ? അവിടെ ഇതിനകത്താണെന്ന് തോന്നുന്നു. തുറന്നു നോക്കാം. ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൊള്ളാം. Your ass caught. എനിക്ക് മൂന്ന് കേസ് ഇവർ ഇവിടെ തന്നെ ഉണ്ട്. ചാടി കളിയാടാ. Fuck you and your stupid dog. Don't hump him. Bite his ass, Chop. Get his. പിന്നെ കാലിന് വിളിച്ചിട്ടല്ല. വേണ്ട ഒരു കടി അടിച്ചു. Man, get over here. Oh shit. What the fuck, man? I ain't got no big കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ലാമർ എത്തിയിട്ടുണ്ട്. What the fuck, man? എന്തായാലും ഇവനെ ഇതിനകത്ത് കയറ്റാം. Hey, if you don't train, എങ്ങോട്ടാണ് പോകേണ്ടത്? ഓക്കെ, he gonna be a lost cause. റാൻഡിന്റെ ഹൗസിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് എന്തായാലും ലാമറിന്റെ ഹൗസാണ്. We going back to your crib? I've been there when you was in there. ലാമറിന്റെ ഹൗസ് എത്തിയെടുക്കാണ്. You ain't പുതിയ സംഭവം വാൻ എന്തായാലും നിർത്തിയിട്ടുണ്ട്. അവൻ I'll be ഓടിപ്പോകും. seeing y'all soon. The only reason you been seeing shit because we went easy on your ass. Remember that, അവൻ dog. എന്തായാലും ഓടിപ്പോയിട്ടുണ്ട്. അവൻ പോട്ടെ This some മലപ്പുറം bullshit. നിർത്തിയാണ്. Take me down the cut. എന്തായാലും ലാമറിനെ നമ്മള് റെഡ് സെന്ററിലോട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. Hey, what the fuck is wrong with you, nigga? That was a good phone. A good phone. The cops was all over, nigga. ലാമറിനെ ഡ്രോപ്പ് ചെയ്തു. All right, motherfucker. ലാമർ പോയി. ഓക്കെ, ലാമർ ചോപ്പായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മിഷൻ ഏതാണ്? അടുത്ത് എം ഉണ്ടല്ലേ. നമുക്കിനി എം ചെയ്താലോ? അല്ല എഫ് ചെയ്യണോ? നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന ടാസ്ക് ചെയ്യാം.